अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल अंबिया'i वल मुरसलीन अम्मा बाद अल्लाहुम्मा अल्हिमना मराशिद उमूरिना वअइज़ना मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना सुब्हानक ला इल्म लना इल्ला मा अल्लमतना इन्नका अंतल अलीमुल हकीम रब्बि इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़्दतम मिन लिसानी यफ़क़हू क़ौली अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मदिन व बारिक वसल्लिम। मोहतरम दोस्तों और बुज़ुर्गों, जिस दीन को अल्लाह पाक ने रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के ज़रिए से क़यामत तक आने वाले इंसानों के लिए भेजा है, वो दीन अल्लाह की सबसे बड़ी नेमत और अल्लाह का सबसे बड़ा एहसान है। बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഏതൊരു ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയായി നമ്മളിലേക്ക് എത്തിച്ചുവോ, ആ ദീൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും വലിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും വലിയ ഇഹ്സാനാണ്, അവൻ്റെ കരുണയാണ്. जैसे अल्लाह बड़े हैं, अल्लाह का दीन भी बड़ा है. എതുപോലെ അള്ളാഹു വലിയവനാണോ അതുപോലെ അവൻ്റെ ദീനും വലുതാണ്. जिस तरह अल्लाह ताला बेऐब हैं, अल्लाह की ज़ात में कोई नुक्स नहीं है, इसी तरह अल्लाह का दीन भी बेऐब है. എതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ന്യൂനതയും ഇല്ലാത്തവനാണോ, എതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുറവും ഇല്ലാത്തവനാണോ, അതുപോലെ തന്നെ അവൻ്റെ ദീനിലും ഒരു ന്യൂനതയും കാണാൻ സാധിക്കുകയില്ല, അതിലൊരു കുറവും ഉണ്ടാകാൻ സാധിക്കുകയില്ല. अगर किसी को दीन में कोई कमी नज़र आती है और दीन में कोई नुक्स नज़र आता है या समझ में आता है, तो वो दीन की कमी नहीं है बल्कि उसके दिमाग की कमी है. ആർക്കെങ്കിലും ദീനിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ദീനിൽ എന്തെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദീനിൻ്റെ കുറവല്ല, മറിച്ച് അവൻ്റെ ബുദ്ധിയുടെ കുറവാണ്. जिस तरह अल्लाह कुद्दूस है, अल्लाह की ज़ात पाक है, उसके अंदर तक़द्दुस है, इसी तरह अल्लाह का दीन भी पाक है. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്ദൂസാണ്. അവൻ വളരെയധികം ശുദ്ധിയുള്ളവനും ഏറ്റവും പുണ്യമായതുമാണ്. അതുപോലെ തന്നെ അവൻ്റെ ദീനും ഖുദ്ദൂസും വളരെ പരിശുദ്ധമാണ്. अल्लाह की सिफत में से एक सिफत है समद, बेनियाज है, वो किसी का मोहताज नहीं है. सारी इंसानियत बल्कि सारी मखलूक अल्लाह की मोहताज है. एक बुजुर्ग ने फरमाया, समद की पूरी तफसीर सिर्फ ये नहीं है कि अल्लाह किसी का मोहताज नहीं है, समद की पूरी तफसीर ये है कि सारी मखलूक अल्लाह की मोहताज है. अल्लाह किसी का मोहताज नहीं है, सारी मखलूक अल्लाह की मोहताज है. ये दोनों बातें होंगी तो फिर समद हो. അല്ലാഹു തആല സമദാണ്. അല്ലാഹു സമദ്, അവൻ പരാശ്രയമില്ലാത്തവനാണ്. മറ്റുള്ളവരിലേക്ക് മറ്റേതെങ്കിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു രീതിയിലുമുള്ള ആശ്രയവുമില്ല. ഒരു മഹാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, സമദ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു അവന് യാതൊരു ആശ്രയവുമില്ല, അള്ളാഹുവിന് മറ്റൊന്നുള്ള ഒരു വസ്തുവിലേക്കും ആശ്രയമില്ല എന്ന് മാത്രമല്ല, മറിച്ച് മറ്റുള്ള എല്ലാ വസ്തുക്കളും എല്ലാവരും അള്ളാഹു ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും
അതെല്ലാം അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ് എന്നുള്ള അർത്ഥവും കൂടി അതിലുണ്ട്. എന്നാൽ മാത്രമേ സമദിന്റെ അർത്ഥം പൂർത്തിയാവുകയുള്ളൂ. बल्कि खालिक के माने ही मुख्तार के हैं और मखलूक के माने ही मोहताज के हैं. അള്ളാഹു സൃഷ്ടാവാണ്. സൃഷ്ടാവിന്റെ ആ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മുഖ്താറാണ്. അവന് എന്തും തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ബാക്കിയുള്ള വസ്തുക്കളെല്ലാം മുഹ്താജുകളാണ്. അവർ ആശ്രയിക്കുന്നവരാണ് അള്ളാഹുവിലേക്ക്. जिसको चाहे, जैसा चाहे, जब चाहे, जहां चाहे अल्लाह बना दे. എങ്ങനെ വേണം, എപ്പോൾ വേണം, ഏത് രൂപത്തിൽ വേണം, ഇതെല്ലാം തീരുമാനിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് തന്നെയാണ്. और मखलूक मोहताज है. സൃഷ്ടികളെല്ലാം മുഹ്താജികളാണ്, ആശ്രയിക്കുന്നവരാണ്. बनने में मोहताज है. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതിനും ആശ്രയം വേണം. बाकी रहने में मोहताज है. അത് നിലനിൽക്കണമെങ്കിൽ അതിനും ഒരു ആശ്രയം ആവശ്യമാണ്. नफा और नुकसान पहुंचाने में मोहताज है. എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യണമെങ്കിൽ അതിനും ഒരു ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. मखलूक कुछ नहीं कर सकती. സൃഷ്ടികളൊന്നും സ്വന്തം ചെയ്യാൻ കഴിയുകയില്ല. खालिक सब कुछ कर सकता है. സൃഷ്ടാവിന് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. अल्लाह सब कुछ है, अल्लाह का सब कुछ है और अल्लाह सब कुछ कर सकते हैं. ये है ईमान. അള്ളാഹു എല്ലാമാണ്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്, അള്ളാഹുവിന് എല്ലാം ചെയ്യാനും സാധിക്കും, അള്ളാഹു മാത്രമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈമാൻ, വിശ്വാസം. जितना जो कुछ है सब अल्लाह का है. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. अल्लाह इसके खालिक भी हैं, अल्लाह इसके मालिक भी हैं. അള്ളാഹുവാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്, അള്ളാഹു തന്നെയാണ് ഇതിനെല്ലാം ഉടമപ്പെടുത്തി വെച്ചിരിക്കുന്നതും. ओनरशिप सिर्फ अल्लाह की जात की है. ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. कोई किसी चीज का ओनर नहीं है. ഒരു വസ്തുവിനും ആരും യാതൊരു രീതിയിലുമുള്ള ഉടമയും ആകാൻ കഴിയുകയില്ല. ट्रस्टी हो सकता है, ओनर नहीं हो सकता. ഒരു ട്രസ്റ്റി ആവാൻ സാധിക്കും, അതിനെ കയ്യിൽ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി വെക്കാൻ സാധിക്കും, പക്ഷെ ഒരിക്കലും ഉടമയാകാൻ സാധിക്കുകയില്ല. इंसान को धोखा हो जाता है कि वो ओनर हो गया है. മനുഷ്യന് തെറ്റിദ്ധാരണ വന്നു പോകും, ചതിയിൽ ഉൾപ്പെട്ടു പോകും, ഞാൻ ഇതിന്റെ എല്ലാം ഉടമസ്ഥനാണെന്ന് തോന്നും. जैसे किसी ऑर्गेनाइजेशन का, किसी ट्रस्ट का आदमी ट्रस्टी होता है, ओनर नहीं होता. ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനമുണ്ടെങ്കിൽ അതിനൊരു ട്രസ്റ്റി ഉണ്ടാവും, അതിനൊരു മെമ്പർഷിപ്പ് ഉണ്ടാവും. അവൻ ഒരിക്കലും അതിന്റെ ഉടമയാവുകയില്ല. ओनर तो अल्लाह की जात है. ഓണർ, ഉടമ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാത്ത് മാത്രമാണ്. शेखुल हदीस मौलाना जकरिया रहमतुल्लाहि अलैह की एक किताब है आप बीती. ഷെയ്ഖുൽ ഹദീസ് സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, ആബ് ബീത്തി. अपने ऊपर क्या बीती, എന്റെ മുകളിൽ എന്തൊക്കെയാണോ കഴിഞ്ഞു പോയത്. ऑटोबायोग्राफी. ഓട്ടോബയോഗ്രഫി उन्होंने खुद लिखा है उसको. അത് ഷെയ്ഖുൽ ഹദീസ് സ്വന്തം എഴുതിയതാണ്. दो बातें मुझे याद आ गई उसकी. അതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. एक बात उनकी इबादत की और दूसरी बात उनकी तरबियत की. ഒന്ന് അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ പറ്റി, രണ്ട് അദ്ദേഹത്തിന്റെ തർബിയത്തിനെ പറ്റി. लिखते हैं जब मैं छोटा था तो हमारे अब्बा सुबह को कह देते, बेटा रोज एक कुरान खत्म कर देना, उसके बाद जो चाहे करना. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ വാപ്പായുടെ കൽപ്പനയായിരുന്നു, എല്ലാ ദിവസവും മോനെ എന്ത് ചെയ്യണം, ഒരു ഖുറാന്റെ ഖത്തം പൂർത്തിയാക്കണം, അതിനുശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. और खुद लिखते हैं कि फजर से पहले मैं तिलावत करता, 12 बजे कुरान खत्म करके नाश्ता करता. അദ്ദേഹം സ്വന്തം എഴുതിയിട്ടുണ്ട്, രാവിലെ സുബഹിക്ക് ശേഷം ഞാൻ ആ ഖുറാൻ പാരായണം തുടങ്ങും, ഒരു 12 മണിയോടുകൂടി ഞാൻ അത് പൂർത്തിയാക്കും, അതിനുശേഷം ഞാൻ നാശ്ത കഴിക്കും. रोजाना कुरान, എല്ലാ ദിവസവും ഒരു ഖുറാൻ. कुरान से मोहब्बत अल्लाह से मोहब्बत की अलामत है. ഖുറാനോടുള്ള സ്നേഹം അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. और कुरान से दूरी अल्लाह से दूरी की अलामत है. ഖുറാനിൽ നിന്നും വിദൂരത ഉണ്ടാവുക എന്ന് വെച്ചാൽ അള്ളാഹുവിൽ നിന്നും വിദൂരത ഉണ്ടാവുന്നത് പോലെയാണ്. कुरान से दूर होकर कोई अल्लाह से करीब नहीं हो सकता.
ഖുറാനിൽ നിന്നും ദൂരമായിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. और अल्लाह से करीब होने वाला कुरान से दूर नहीं हो सकता. അള്ളാഹുവിന്റെ അടുപ്പമുള്ളവൻ, അള്ളാഹുലേക്ക് അടുപ്പമുള്ളവൻ അവന് ഖുറാനിൽ നിന്നും ദൂരമായിരിക്കുക ഇതും സാധിക്കുകയില്ല. ये अल्लाह का कलाम है, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, हिदायत की किताब है, ഹിദായത്തിന്റെ കിതാബാണ്. इसके अंदर सारा खैर छुपा हुआ है. ഇതിന്റെ അകത്ത് മുഴുവൻ ഖൈറിനെയും അള്ളാഹു അടക്കിയിരിക്കുകയാണ്. क़यामत तक आने वाले इंसानों की रहबरी छुपी हुई है. ഖിയാമത്ത് വരെ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഹിദായത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ അടക്കിയിരിക്കുകയാണ്. अव्वलीन और आखिरीन का इल्म उसके अंदर है. അവ്വലീൻ ആദ്യവും അന്ത്യവും അതിന്റെ എല്ലാം ചുരുക്കം അടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറാനിൽ വെച്ചിരിക്കുകയാണ്. पास्ट भी है, प्रेजेंट भी है, फ्यूचर भी है. കഴിഞ്ഞു പോയതുമുണ്ട്, ഭാവി കാലവുമുണ്ട്, ഭൂതകാലവുമുണ്ട്, ഇപ്പൊ നടക്കുന്ന കാലവുമുണ്ട്. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറാനിൽ അടക്കിയിരിക്കുകയാണ്. अल्लाह हम सबको कुरान से गहरा ताल्लुक नसीब फरमाए. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖുറാനുമായിട്ടുള്ള അമേധ്യമായ ബന്ധമുണ്ടാക്കി തീർക്കുമാറാകട്ടെ. दूसरी बात शेख लिखते हैं कि एक मर्तबा मैं जब छोटा था तो मैंने मेरा तकिया मेरे पास रखा. तकिया. രണ്ടാമത്തെ കാര്യം ഷേഖുൽ ഹദീസ് എഴുതിയിരിക്കുന്നത്, ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്റെ ഭാഗത്ത് എന്റെ കയ്യിൽ ഒരു തലകണ ഉണ്ടായിരുന്നു, തലങ്ങണി. जब किसी दूसरे ने उस तकिए को मुझसे लेना चाहा तो मैंने कहा ये तकिया मेरा है. ഒരു പ്രാവശ്യം ആരോ ഒരാൾ ആ തലേണ എന്നിൽ നിന്നും എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ, എടുത്തു കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു ഈ തലേണ എന്റേതാണ്. और वालिद साहब ने इस जुमले को सुन लिया. എന്റെ വാപ്പ ഈ വാക്യം കേട്ടു, बहुत नाराज हुए ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. और मेरी ऐसी खबर ली कि इससे पहले कभी ऐसी खबर नहीं ली थी. എന്നെ ഇത്രത്തോളം അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എന്നെ ഇങ്ങനെ അടിച്ചിട്ടേ ഇല്ല. अभी से कहता है मेरा है. ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയോ എന്റേതാണെന്ന്. तेरा कुछ नहीं है, നിന്റേതായിട്ടൊന്നുമില്ല. जो कुछ है अल्लाह का है. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. तो मेरा कुछ नहीं है, എന്റേതായിട്ടൊന്നുമില്ല, मैं कुछ नहीं हूं ഞാനൊന്നുമല്ല, और मैं कुछ नहीं कर सकता. ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കുകയില്ല. ये दिलों की गहराइयों में जब उतर जाता है तो गोया ईमान उतर रहा है. ഇത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അത് ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതാണ്. नजर आता है कि हम कर रहे हैं. മുമ്പിൽ നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ, കാണുമ്പോൾ തോന്നുന്ന എന്താണ്, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. मैं नहीं कर रहा हूं, अल्लाह करा रहे हैं. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയില്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു व तआला എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. इसीलिए कोई अच्छी चीज हो जाए तो इंसान उसको अल्लाह की जात की तरफ मंसूब करे कि जो कुछ हुआ अल्लाह के करने से हुआ. അതുകൊണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിന്റെ ദാത്തിലേക്ക് നമ്മൾ അതിനെ ചേർക്കണം, അള്ളാഹുവിന്റെ കരുണ കൊണ്ടുണ്ടായതാണ്. तो ईमान तीन चीजें हैं. अल्लाह सब कुछ है, अल्लाह का सब कुछ है, अल्लाह सब कुछ कर सकते हैं. और बंदगी तीन चीजें हैं. मैं कुछ नहीं हूं, मेरा कुछ नहीं है, मैं कुछ नहीं कर सकता. ഈമാൻ മൂന്ന് കാര്യങ്ങളിലാണ്. അള്ളാഹു എല്ലാമാണ്, അള്ളാഹു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ, അള്ളാഹുവിന് തന്നെയാണ് എല്ലാം ഉടമപ്പെട്ടത്. ഇതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ. ഇതിന്റെ ഞാനൊന്നുമല്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്റേതായിട്ടൊന്നുമില്ല. तो अल्लाह जैसे बेनयाज है, अल्लाह का दीन भी बेनयाज है. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാശ്രയമില്ലാത്തവനാണോ അതേ രീതിയിൽ അവന്റെ ദീനും പരാശ്രയമില്ലാത്തൊരു ദീനാണ്. अल्लाह जैसे किसी के मोहताज नहीं है, अल्लाह का दीन भी किसी का मोहताज नहीं है. അള്ളാഹു ഇതുപോലെ മുഹ്താജ് അല്ലയോ, മറ്റുള്ളവരിലേക്ക് ഒരു ആവശ്യക്കാരനല്ലയോ, അതുപോലെ തന്നെ ഈ ദീനും ഒരു ആവശ്യക്കാരനായ ദീനല്ല. एक बुजुर्ग ने यह सवाल किया, भाई ये बताओ कि सहाबा ने दीन को चमकाया कि दीन ने सहाबा को चमकाया? ഒരു മഹാൻ ചോദിച്ചു, ഈ സഹാബാക്കളാണോ ദീനിനെ ലോകത്ത് അതിനൊരു പ്രകാശം കൊടുത്തത്, അതോ ദീനാണോ ഈ സഹാബാക്കൾക്ക് പ്രകാശം നൽകിയത്? सोचने की चीज है. എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. दीन ने सहाबा को चमका दिया. ഈ ദീൻ സഹാബാക്കൾക്ക് അവർക്ക് പ്രകാശം നൽകി. वरना दीन में आने से पहले कौन उनको पूछता था? ദീനിൽ വരുന്നതിന് മുമ്പ് അവരെ പറ്റി ആര് ചോദിക്കുമായിരുന്നു? और दीन പുറകിൽ സ്ഥലം മതിയാവുന്നില്ല, ആളുകൾ പുറത്തേക്ക് കാത്തിരിക്കുകയാണ്. കുറച്ചൊന്ന് അടുത്തോട്ടൊന്നിരിക്കാം. എന്താ ഇരുന്നൂടെ? ഇൻഷാ അല്ലാഹ് ഒന്ന് മുമ്പിലുള്ള സ്ഥലങ്ങളൊന്ന് പൂർത്തിയാക്കി അടുത്തോട്ടിരുന്ന് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് വളരെ നല്ല മജ്ലിസാണ്. ഒരു ചെറിയ മുജാഹിദ ഇൻഷാ അല്ലാഹ്. അടുത്തടുത്തിരുന്നോളൂ ഇൻഷാ. तो सहाबा ने दीन को चमका दिया, അപ്പൊ दीन ने सहाबा को चमकाया. അപ്പൊ ചോദ്യം, സഹാബാക്കൾ ദീനിനെ പ്രകാശപൂരിതമാക്കിയോ
അതോ അവരെ സഹാബാക്കളെ ദീൻ പ്രകാശപൂരിതമാക്കിയോ? सहाबा ने दीन को लिया तो दीन ने उनको चमका दिया. സഹാബാക്കൾ ഈ ദീനിനെ സ്വീകരിച്ചപ്പോൾ, അതിനെ സ്വന്തമാണെന്ന് കരുതിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രകാശിപ്പിച്ചു. कैसे चमकाया? सितारों की तरह चमका दिया. എതുപോലെ പ്രകാശിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ പോലെ അവരെ പ്രകാശിപ്പിച്ചു. सितारों के अंदर खुद का नूर होता है, चांद के अंदर खुद का नूर नहीं होता. നക്ഷത്രങ്ങളിൽ സ്വന്തമായിട്ട് പ്രകാശമുണ്ടാവും, ചന്ദ്രനിൽ സ്വന്തമായിട്ട് പ്രകാശമുണ്ടാകുന്നില്ല. चांद के अंदर रिफ्लेक्टेड रोशनी होती है और सितारों के अंदर खुद की रोशनी होती है. ചന്ദ്രനിൽ അത് റിഫ്ലക്റ്റഡ്, അതായത് റിഫ്ലക്ഷൻ മലയാളത്തിൽ എന്താ പറയും, പ്രതിഫലിക്കുന്ന പ്രകാശമാണ്. നക്ഷത്രത്തിൽ അതിൽ സ്വന്തമായിട്ടുള്ള പ്രകാശമാണ്. इतना दीन उनके अंदर उतरा कि वो नूरानी बन गए. അവരുടെ ഉള്ളിൽ എത്രത്തോളം ദീൻ ഉണ്ടായി തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദീൻ കാരണമായിട്ട് അവർ സ്വന്തം പ്രകാശപൂരിതമായി. दीन का नूर उनके दिलों में उतरा. ദീനിന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി. दीन का नूर उनकी जुबानों में उतरा. അവരുടെ ആ പ്രകാശം, അവരുടെ ദീനിന്റെ പ്രകാശം അവരുടെ നാക്കുകളിൽ ഉണ്ടായി. दीन का नूर उनकी आंखों में उतरा. ആ ദീനിന്റെ പ്രകാശം അവരുടെ കണ്ണുകളിൽ ഉണ്ടായി. उस नूर को लेके जहां जाते वो नूर फैलता. ആ പ്രകാശവുമായിട്ട് എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം അവർ പ്രകാശത്തിനെ പരത്തി. हदीस में है नहीं, जो आदमी नमाज को अच्छी तरह पढ़े, वक्त पर भी पढ़े, वजू को भी अच्छी तरह करे, रुकू सजदा भी अच्छी तरह करे और खुशू और खुजू से भी पढ़े, वो नमाज आसमानों में निहायत नूरानी बन करके जाती है. ഹദീസിൽ വന്നിട്ടുണ്ട്, ആശയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ അവൻ നമസ്കാരത്തിനെ നല്ല രീതിയിൽ നമസ്കരിച്ചു, അതിന്റെ റുക്കുവിനെ സുജൂദിനെ നേരെയാക്കി നമസ്കരിച്ചു, ഖുശുവോടുകൂടി ഭയഭക്തിയോടുകൂടി ഹുദുവോടുകൂടി നമസ്കരിച്ചു എങ്കിൽ ആ നമസ്കാരം ആ ഉയരുന്നത് ഏത് രീതിയിലാണ്? നൂറായിട്ടാണ്, നൂറാനിയായ പ്രകാശത്തോടു കൂടി ആ നമസ്കാരം ഉയരുന്നു. और दुआ देती हुई जाती है नमाजी को, या अल्लाह जिस तरह इसने मेरी हिफाजत की तू इसकी हिफाजत फरमा. ദുആ ചെയ്തുകൊണ്ട് ആ നമസ്കാരം മുകളിലേക്ക് ഉയരുകയാണ്. യാ അല്ലാഹ്, എതുപോലെ ഇവൻ എന്നെ സൂക്ഷിച്ചുവോ, എതുപോലെ ഇവൻ എന്നെ കാത്തുരക്ഷിച്ചുവോ അതേ രീതിയിൽ ഇവനെയും നീ കാത്തുരക്ഷിക്കണമേ. और जो आदमी नमाज को वक्त पर न पढ़े, वक्त को भी टाल दे और वजू भी अच्छी तरह न करे और खुशू और खुजू से भी न पढ़े, रुकू सजदा को भी अच्छी तरह न करे, तो फरमाया वो नमाज काले शक्ल में निहायत बदबूदार बनकर आसमानों में जाती है और जाते हुए नमाजी को बद्दुआ देती है, अल्लाह जिस तरह इसने मुझे बर्बाद किया तू इसे बर्बाद कर दे. ഏതൊരു മനുഷ്യൻ നമസ്കാരത്തിന്റെ സമയത്തിൽ നിഷ്ഠ കാണിക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല, അതിന്റെ റുക്കു സുജൂദ് ശ്രദ്ധിക്കുന്നില്ല, അലസമായ രീതിയിൽ നമസ്കരിച്ചു, അശ്രദ്ധമായ രീതിയിൽ നമസ്കരിച്ചു എങ്കിൽ ആ നമസ്കാരം ഉയരുമ്പോൾ ആ നമസ്കാരം ഒരു ബദ്ദുആ ചെയ്തുകൊണ്ട്, കേടായ ദുആ ചെയ്തുകൊണ്ട്, മോശമായ ദുആ ചെയ്തുകൊണ്ട് ആ നമസ്കാരം ഉയരുകയാണ്. ഏ അല്ലാഹ്, എതുപോലെ ഇവൻ എന്നെ സൂക്ഷിച്ചില്ലയോ, എന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലയോ അതേ രീതിയിൽ ഇവനെ നീ പാഴാക്കി കളയണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ നമസ്കാരം ഉയരുന്നതാണ്. अल्लाहु नूरुस समावाति वल अर्ज़, जमीन और आसमान का नूर अल्लाह की जात है, तो अल्लाह के दीन में भी नूर है. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് ആയത്തിൽ ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെയും ആകാശങ്ങളുടെയും എല്ലാം നൂറാണ്, പ്രകാശമാണ്. ഇതേ രീതിയിൽ ദീനും അല്ലാഹുവിന്റേത് പ്രകാശപൂരിതമായ ദീനാണ്. क्यों भाई? इसलिए कि दीन अल्लाह का हुक्म है. എന്തുകൊണ്ടാണ്? ഈ ദീൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. तो अल्लाह के हुक्म में अल्लाह का नूर है. അല്ലാഹുവിന്റെ കൽപ്പനയിൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ നൂറുണ്ട്. अल्लाह के हुक्म में अल्लाह के सिफात झलकते हैं. അല്ലാഹുവിന്റെ ഹുക്കുമിൽ, അവന്റെ കൽപ്പനയിൽ അവന്റെ സിഫാത്തുകൾ ഇങ്ങനെ തിളങ്ങി കാണാൻ സാധിക്കും. तो वो नूर सहाबा ने पूरा अंदर ले लिया. ആ പ്രകാശം മുഴുവനായിട്ടും സഹാബാക്കൾ അവരുടെ ഉള്ളിലേക്ക് ഇറക്കി. हजरत अबू ज़र रज़ी अल्लाह तआला अन्हु से हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने फरमाया, अबू ज़र, कुरान पाक की तिलावत और अल्लाह के जिक्र का एहतमाम कर, इसकी वजह से दुनिया में तू नूर बनेगा, आखिरत में तुझे जखीरा मिलेगा. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നിഷ്ഠയുള്ളവനായിരിക്കുക. അല്ലാഹു നിന്നെ ഈ ഭൂമിയിലും ആകാശത്തിലും തിളക്കുന്നതാണ്. ഖുറാൻ പാക് की तिलावत, अल्लाह के जिक्र का एहतमाम कर. ഖുറാന്റെ തിലാവത്ത്, അതുപോലെ തന്നെ ദിക്റിന്റെ ഇഹ്തിമാം, അതിനെ നിഷ്ഠയോടുകൂടി ചെയ്യുക. जिक्र किया, नूर आ गया. ദിക്ർ ചെയ്തു, പ്രകാശമുണ്ടായി. तिलावत किया, नूर आ गया. ഖുറാൻ ഓതി, പ്രകാശമുണ്ടായി. अब वो नूर अंदर उतर गया. ആ പ്രകാശം ഉള്ളിലേക്ക് ഇറങ്ങി. तो फरमाया तो दुनिया में नूर का जरिया बनेगा. എന്താവും? നീ ദുനിയാവിൽ ആ പ്രകാശത്തിന് കാരണമായി തീരും. बैरून को जब जमातें जाती हैं ना, तो
बैरून के साथी बुजुर्गों का बयान सुनने के बाद कहते हैं बयान में कितना नूर था. ഫോറിനിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജമാഅത്തിൽ പോകുമ്പോൾ നമ്മുടെ മഹാന്മാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും, ഓ എത്ര നല്ല ബയാൻ, എന്തൊരു പ്രകാശമുള്ള ബയാൻ, നൂറുള്ള ബയാൻ. तो बयान का नूर नहीं था, वो उनके अमल का नूर बयान में नजर आ रहा था. അത് ബയാന്റെ പ്രകാശം നൂറല്ലായിരുന്നു, മറിച്ച് എന്തായിരുന്നു, അവരുടെ അമലുകളുടെ പ്രകാശം അത് ബയാനിൽ കൂടി വെളിവാക്കപ്പെടുകയാണ്. उनके तन्हाई के अमल का नूर वो बयान में झलकता था. അവരുടെ ഒറ്റയ്ക്കുള്ള അമലുകൾ, ഇബാദത്തുകൾ, അതിന്റെ ആ പ്രകാശം അത് തിളങ്ങി കാണുകയാണ്. उनके चेहरों में नूर होता है, उनकी बातों में नूर और रहबरी होती है. അവരുടെ മുഖങ്ങളിൽ ആ പ്രകാശം നമുക്ക് വെളിച്ചമായി കാണാൻ സാധിക്കും. അവരുടെ ആ വാക്കുകളിൽ ആ പ്രകാശം വെളിവായി പുറത്തേക്ക് വരും. हजरत हसन बसरी रहमतुल्लाहि अलैह से किसी ने पूछा, ये जो रातों को इबादत करते हैं ना, तहज्जुद वगैरह पढ़ते हैं, उनके चेहरे नूर से क्यों चमकते हैं? हसन बसरी रहमतुल्लाहि अलैह उनसे किसी ने पूछा. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഈ പ്രകാശം, ഇത് ആളുകളുടെ ശരീരത്തിൽ നിന്നും ഈ പ്രകാശം നൂർ എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്? रातों को जो इबादत करते हैं उनके चेहरे इतने नूरानी क्यों होते हैं? രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ മുഖത്ത് ഇത്രയും വലിയ പ്രകാശം നൂർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? तो हजरत हसन बसरी रहमतुल्लाह अलैह ने कहा, फजाइल के अंदर ये लिखा हुआ है, उन्होंने फरमाया जब ये तन्हाई में रहमान के साथ मशगूल होते हैं तो वो रहमत वाला अपने नूर का थोड़ा सा हिस्सा उनके चेहरों पर छिड़क देता है. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ അമലുകളുടെ മഹത്വങ്ങളിൽ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവര് രാത്രിയുടെ ആ ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങൾ അവിടെ ഇരുന്ന് അവർ ഇബാദത്ത് ചെയ്യുമ്പോൾ റഹ്മത്തിന്റെ ഉടയവനോട്, അള്ളാഹുന്റെ റഹ്മാനോട് അവർ അടുക്കുമ്പോൾ ആ റഹ്മത്തിന്റെ ചെറിയ ആ പ്രകാശത്തിന്റെ ഒരു അംശം റഹ്മാൻ അവരിലും ഇട്ടുകൊടുക്കും. तो सहाबा सितारों के मानिंद, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ നക്ഷത്രങ്ങളെ പോലെ. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया मेरे सहाबा सितारों के मानिंद. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹാബാക്കൾ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. 3 सिफात हैं सितारों में. 3 ഗുണങ്ങളാണ് നക്ഷത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. पहली सिफत है कि बहुत बुलंद होते हैं. ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? അത് വളരെ ഉയരത്തിലാണ്, വളരെ ഉയർന്ന അവസ്ഥയിലാണ്. तो अल्लाह ने ऐसी बुलंदी अता फरमाई कि नबियों के बाद किसी इंसान को ऐसी बुलंदी नसीब नहीं हुई. സഹാബാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഉയരത്തിലേക്ക് അവരുടെ ദറജാത്തുകളെ ഉയർത്തി, അമ്പിയാക്കൾക്ക് ശേഷം, നബിമാർക്ക് ശേഷം വേറെ ആരും സഹാബാക്കളെ പോലെ ആവാൻ സാധിക്കുകയില്ല. कोई अपनी जितनी कुर्बानी दे ले, जितना अमल कर ले, वो सहाबा के लेवल को नहीं पहुंच सकता. ആരെത്ര വലിയ ത്യാഗം ചെയ്താലും, എത്ര വലിയ ഇബാദത്ത് ചെയ്താലും, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും സഹാബാക്കളുടെ ദർജയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. बल्कि फरमाया सहाबी के जूती के धूल को भी नहीं पहुंच सकता. പറയപ്പെട്ടിരിക്കുകയാണ്, ആ സഹാബാക്കൾ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ ആ പൊടിയുടെ അംശം അതുപോലും നമുക്കാകാൻ സാധിക്കുകയില്ല. ऐसी बुलंदी अल्लाह ने नसीब फरमाई. അത്രയും വലിയ സ്ഥാനം സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. दूसरी सिफत सितारों के अंदर है कि वो रोशनी होती है उसके अंदर. രണ്ടാമത്തെ ഗുണം നക്ഷത്രങ്ങളിൽ അതിൽ സ്വന്തമായിട്ട് പ്രകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. आज भी उनकी जिंदगियों को पढ़ो तो चमकदार होए. ഇന്നും സഹാബാക്കളുടെ ജീവിതം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രകാശം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. कितनी मर्तबा पढ़ते हैं फजाइल में हिकायत सहाबा. അമലുകളുടെ മഹത്വങ്ങളിൽ നമ്മൾ ആ ഹികായത്തു സഹാബയിൽ എത്ര പ്രാവശ്യം നമ്മൾ അത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. वही किस्सा पढ़ते हैं लेकिन हर वक्त नूरानी दिखता है. അതേ സംഭവമാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. उनकी जिंदगियों का नूर है वो. അവരുടെ ജീവിതത്തിലെ നൂറാണത്. और तीसरा फरमाया सितारों को देखकर रास्ते पकड़े जाते हैं. മൂന്നാമതായിട്ടുള്ള ഗുണം പറയപ്പെട്ടു, ഈ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ആളുകൾ വഴി കണ്ടുപിടിക്കുന്നതാണ്. अब के जमाने में बोर्ड्स होते हैं ना, राइट लो लेफ्ट लो. पहले जमाने में न रोड न बोर्ड. ഇന്നത്തെ കാലത്ത് നമുക്ക് ആളുകൾ റോഡിൽ ബോർഡുകൾ നോക്കും, അത് നോക്കിയിട്ടാണ് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ബോർഡും ഇല്ല, റോഡും ഇല്ല. अब तो GPS है ना. ഇപ്പൊ ആണെങ്കിൽ GPS വന്നു. गूगल बताता है रास्ता. ഗൂഗിളാണ് വഴി കാണിച്ചു തരുന്നത്.
हर वक्त सही नहीं बताता, എപ്പോഴും ശരിയായിട്ടൊന്നും കാണിക്കാൻ പറ്റൂല. कभी गाड़ी को ले जाकर तंग रोड में अटका देता है. ചിലപ്പോ കൊണ്ടുപോയിട്ട് ഇടുങ്ങിയ റോഡിൽ കൊണ്ടുപോയി കുടുക്കി കളയും. हम लोग रायचूर जा रहे थे, ഞങ്ങൾ റായ്ചൂർ പോവുമായിരുന്നു. बेंगलुरु से रायचूर, तो हमने जीपीएस डाली. ബാംഗ്ലൂരിൽ നിന്ന് റായ്ചൂരിലേക്ക് പോയി ഞങ്ങൾ വഴിയിൽ GPS ഇട്ടു. एक गांव में रोड में घुसा तो सारी बकरियां खड़ी हैं वहां पर. ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു വഴിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മുഴുവൻ ആടുകളെ കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ്. रोड तो है लेकिन रोड बकरियों से भरी हुई है. റോഡുണ്ട്, പക്ഷേ മുഴുവൻ ആടുകളെ കൊണ്ട് നിറങ്ങിയിരിക്കുകയാണ്. आगे लेंगे, पीछे भी बकरियां, सामने भी बकरियां हो गई. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി അവസ്ഥ? മുമ്പിലും ആടുകൾ, പുറകിലും ആടുകൾ. तो हमारे साथी ने कहा गूगल ने हमें फंसा दिया. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് പറഞ്ഞു, ഗൂഗിള് നമ്മളെ കൊണ്ടുവന്ന് കുടുക്കി കളഞ്ഞു. हमारी जुबान में बोले हम ना बकरा बना दल्या. ഉറുദുവിൽ പറയാറുണ്ട്, ഹിന്ദിയിൽ പറയാറുണ്ട്, ഞങ്ങളെ ബക്കറ ആക്കി കളഞ്ഞു, ഞങ്ങളെ ആടുകളാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു എന്നർത്ഥം. तो वो जमाने में तो सितारों को देख के रास्ता पकड़ते थे लोग. അന്നത്തെ കാലങ്ങളിൽ ഈ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടാണ് വഴികൾ കണ്ടുപിടിച്ചിരുന്നത്. जंगलों में रास्ता पकड़ लेते थे. വനാന്തരങ്ങളിൽ കൂടി ഈ നക്ഷത്രങ്ങളെ നോക്കും, അവിടെ നിന്നും വഴി കണ്ടുപിടിക്കാൻ പറ്റും. डेजर्ट्स और सहराओं में देख करके रास्ता पकड़ लेते थे. മരുഭൂമികളുടെ ഉള്ളിൽ അവിടെ നിന്നുകൊണ്ടും ഈ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. समंदर में भी रास्ता पकड़ लेते थे. കടലിന്റെ നടുക്ക് പോലും വഴികൾ കണ്ടുപിടിക്കാൻ ഈ നക്ഷത്രങ്ങൾ മതിയായതാണ്. समंदर में बोर्ड लगा सकते हैं क्या? സമുദ്രത്തിൽ കൊണ്ടുപോയി ബോർഡ് വെക്കാൻ പറ്റുമോ? वो तो आसमान में देखते. അപ്പോൾ എല്ലാവരും ആകാശത്തിലേക്കാണ് നോക്കുന്നത്. और सितारों के जरिए से मालूम कर लेते कि भाई ये नॉर्थ है और ये साउथ है और ये वेस्ट है, हमें नॉर्थ में तो रास्ता पकड़ लेते वो. അപ്പം നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് ദിശ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വടക്കാണ്, പടിഞ്ഞാറാണ്, കിഴക്കാണ്, തെക്കാണ്. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് നോർത്തിലേക്കാണ്, വടക്കേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ വഴികൾ കണ്ടുപിടിക്കുമായിരുന്നു. हमारे लिए सहाबा नमूना है. അതുകൊണ്ട് നമുക്ക് സഹാബാക്കൾ നമുക്ക് ഉദാഹരണങ്ങളാണ്, മുന്നുദാഹരണങ്ങളാണ്. सहाबा की जिंदगी की तरह हमारी जिंदगी बनाने की कोशिश करना है. സഹാബാക്കൾ അവരുടെ ജീവിതങ്ങൾ പോലെ നമ്മുടെ ജീവിതങ്ങളും ആക്കിയെടുക്കേണ്ടതാണ്. उसी की मेहनत है. അതിന്റെ പരിശ്രമമാണ് നടക്കുന്നത്. वो बयान कम करते थे, अमल ज्यादा करते थे. അവർ ബയാൻ കുറച്ച് ചെയ്യുമായിരുന്നു, പ്രസംഗങ്ങൾ കുറവായിരുന്നു, കൂടുതലായിട്ട് അമൽ ചെയ്യുമായിരുന്നു. उनके अमल को देख करके लोग जिंदगियों के बदलने के फैसले करते थे. അവരുടെ അമലുകൾ കണ്ടുകൊണ്ടാണ് മനുഷ്യർ അവരുടെ ജീവിതങ്ങളെ മാറ്റാനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത്. यकीन के पक्के, യഖീനിൽ ഉറച്ച ആളുകൾ, और अमल के सच्चे. അതുപോലെ തന്നെ അമലിന്റെ വിഷയത്തിൽ ഏറ്റവും സത്യവാന്മാർ. इस्तिकामत भी था और इखलास भी था. ഇസ്തിഖാമത്തും ഉണ്ടായിരുന്നു, ഇഖ്ലാസും ഉണ്ടായിരുന്നു, ഉറപ്പും ഉണ്ടായിരുന്നു, നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു. कोई हालात उनके ईमान को हिलाता नहीं था. ഒരു അവസ്ഥയും അവരുടെ ഈമാനിൽ ഒരു അനക്കമുണ്ടാക്കുമായിരുന്നില്ല. बल्कि हालात में उनका ईमान और जम जाता था. അവസ്ഥകൾ മാറിക്കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അവരുടെ ഈമാൻ ഉറയ്ക്കുമായിരുന്നു. हालात को सुनकर हमारा ईमान फिसल जाता है और हालात को सुनकर उनका ईमान जम जाता है. അവസ്ഥകൾ കേട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ അതിൽ അനക്കം ചലനമുണ്ടാവും. അത് ഒരു ചെറുതായിട്ടൊന്ന് മാറിപ്പോവും. പക്ഷെ അവരുടെ അവസ്ഥകൾ എന്തായിരുന്നു? ആ അവസ്ഥകൾ കേട്ട് കഴിഞ്ഞാൽ ഈമാനിൽ ഉറപ്പ് വരുമായിരുന്നു. कुरान में अल्लाह पाक कहते हैं, जिसका खुलासा और मफहूम यह है कि दुश्मन के आने की खबर और उनकी फौज की खबर सुन करके इनका ईमान बढ़ जाता था. ഹദീസിന്റെ അതുപോലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വലിയ വലിയ ശത്രു സൈന്യങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഈമാനിൽ ഒരു ഉണർവുണ്ടാകുമായിരുന്നു. क्या अब हालात आए हैं, अब अल्लाह की मदद भी आएगी. ഇപ്പോ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്, ഒരു പരീക്ഷണം വരികയാണ്, ഇനി അള്ളാഹുവിന്റെ സഹായവും ഉണ്ടാകും. अब अल्लाह की मदद देखने का मौका मिल जाएगा. അള്ളാഹുവിന്റെ സഹായം നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. बोलो हालात नहीं आएंगे तो अल्लाह की मदद कैसे आएगी? ഈ അവസ്ഥകൾ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ അള്ളാഹുവിന്റെ സഹായം കാണാൻ പറ്റുമായിരുന്നു? हमारे हजरत मौलाना इब्राहिम साहब दामत बरकातुम फरमाते हैं, हालात नजर आते हैं, उसके पीछे जो अल्लाह की मदद रहती है वो नजर नहीं आती. ഹസ്രത്ത് മൗലാന ഇബ്രാഹിം സാഹിബ് ദാമത്ത് ബർക്കാത്തു അവർ അദ്ദേഹം പറയും, അതായത് അവസ്ഥകൾ വരുമ്പോൾ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പുറകിൽ അള്ളാഹുവിന്റെ സഹായമുള്ളത് ഈ പരീക്ഷണങ്ങൾ മുമ്പിലുള്ളത് കാരണമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ഈമാൻ और अमल के साथ उन हालात से जब गुजरेंगे तो अल्लाह की मदद नजर आएगी. ഈ ഈമാനോട് കൂടി ഈ പരീക്ഷണങ്ങളിൽ തരണം ചെയ്ത് മുമ്പിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വെളിവാക്കപ്പെടും, അത് കാണാൻ സാധിക്കും. और हालात तो सब पे आएंगे.
അവസ്ഥകൾ അതെല്ലാവരുടെ മേലും ഉണ്ടാവും. अल्लाह को तो चेक करना है कि कौन कच्चा है और कौन सच्चा है. അള്ളാഹുവിന് പരീക്ഷണമാണ്, അവൻ പരീക്ഷിക്കുകയാണ് ആരാണ് സത്യം, ആരാണ് സത്യസന്ധൻ, ആരാണ് ശരിയല്ലാത്ത അവസ്ഥയിലുള്ളത്. वलयअलमन्न अल्लाहु अल्लज़ीना सदक़ू वलयअलमन्न अल-काज़िबीन. अल्लाह कहते हैं हम तो चेक करके देखेंगे कि कौन अपने ईमान के दावे में सच्चा है और कौन अपने ईमान के दावे में झूठा तो नहीं बोलेंगे, कच्चा है. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിക്കുകയാണ്, അള്ളാഹു അറിയാൻ പരീക്ഷിക്കുകയാണ്, അവന്റെ പരീക്ഷണമാണ്. എന്താണ്? ആരാണ് അവന്റെ ഈമാനിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, സത്യസന്ധൻ, ആരാണ് ഈമാന്റെ വിഷയത്തിൽ കളവ് പറയുന്നവൻ എന്ന് പറയാൻ സാധിക്കുകയില്ല, മറിച്ച് ബലഹീനൻ. बहुत कच्चे हैं, ബലഹീനതയാണ്. थोड़ा थोड़ा न्यामतें, थोड़ी न्यामतें अल्लाह से हटा देती हैं. ചെറിയ രീതിയിൽ ന്യാമത്തുകൾ കണ്ടു, അള്ളാഹുവിൽ നിന്നും മാറിക്കളഞ്ഞു. और थोड़ी परेशानियां अल्लाह से हटा देती हैं. എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു, അപ്പൊ തന്നെ അള്ളാഹുവിൽ നിന്നും മാറിക്കളഞ്ഞു. हालांकि न्यामतें बढ़े तो इबादतें बढ़े. ന്യാമത്തുകൾ കൂടിക്കഴിഞ്ഞാൽ ഇബാദത്തുകൾ വർദ്ധിക്കുകയാണ് വേണ്ടത്. लेकिन अल्लाह माफ फरमाए हम सबको, न्यामतें बढ़ती हैं तो गफलतें बढ़ जाती हैं. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ന്യാമത്തുകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗഫലത്തും അതും വർദ്ധിക്കുകയാണ്. क्यों भाई? पेमेंट बढ़े तो परफॉर्मेंस बढ़ना चाहिए कि घटना चाहिए? പേയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടുകയാണോ വേണ്ടത്, കുറയുകയാണോ വേണ്ടത്? बोलो, പറയും. बढ़ना चाहिए. കൂടുകയാണോ വേണ്ടത്? पेमेंट ज्यादा है तो काम ज्यादा करो. സാലറി കൂടുതലാണ്, ശമ്പളം കൂടുതലാണ്, അപ്പൊ എന്ത് ചെയ്യണം? बाज मर्तबा पेमेंट ज्यादा होता है, काम कम होता है, लेकिन रेस्पॉन्सिबिलिटी ज्यादा होती है. ചില അവസരങ്ങളിൽ സാലറി കൂടും, പേയ്മെന്റ് ശമ്പളം കൂടും, വലിയ അക്കം ലഭിക്കും, അപ്പം പണി ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ ഉത്തരവാദിത്വം അത് കൂടും, അത് വർദ്ധിക്കും. മേസ്തിരി का काम ज्यादा है, इंजीनियर की रेस्पॉन्सिबिलिटी ज्यादा है. ഒരു മേശരി, ഒരു മേശരി തന്നെയല്ലേ പറയുന്നത്? ഈ മേശരിയുടെ ജോലി കൂടുതലാണ്, എഞ്ചിനീയറിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. अगर घर खराब होगा तो इंजीनियर को पूछेंगे, मिस्त्री को नहीं पूछेंगे. ഒരു വീടുണ്ടാക്കി ആ വീട് മോശമായി പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ മേശരിയോട് ചോദിക്കില്ല, ചോദിക്കുന്ന ആരോടായിരിക്കും? എഞ്ചിനീയറിനോട് ചോദിക്കും. घर अच्छा हो गया तो इंजीनियर की तारीफ करेंगे, मिस्त्री की नहीं करेंगे. വീട് നല്ല വീടാണെങ്കിൽ പിന്നെ ആ എഞ്ചിനീയറിനെ എല്ലാവരും പുകഴ്ത്തും, മേശരിയെ പുകഴ്ത്തുകയില്ല. तो ये उम्मत जिम्मेदार उम्मत है. ഈ ഉമ്മത്ത് ഉത്തരവാദിത്ത ബോധമുള്ള ഉമ്മത്താണ്. इसको जो मकाम मिला है उसकी जिम्मेदारी की वजह से मिला है. ഈ ഉമ്മത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം അത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ്. बहुत बड़ी जिम्मेदारी है. വലിയ ഉത്തരവാദിത്തമാണ്. और नेमतें जो मिली हैं वो जिम्मेदारियों को पूरा करने के मिली हैं. നമുക്ക് കിട്ടിയിരിക്കുന്ന നിഅമത്തുകളെല്ലാം ഈ ഉത്തരവാദിത്തത്തിനെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. हर नेमत के साथ एक जिम्मेदारी है. ഓരോ നിഅമത്തുകളുടെ കൂടെയും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. सांस एक नेमत है तो सांस के साथ जिम्मेदारी है. ഈ ശ്വാസമെടുക്കുക ഒരു നിഅമത്താണ്, അതിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വവും കൂടിയിരിക്കുകയാണ്. बुजुर्गों की फिक्र होती थी कि एक सांस भी अल्लाह के जिक्र के बगैर ना अंदर जाए ना बाहर आए. നമ്മുടെ മഹാന്മാരുടെ അവരുടെ ഫിക്റായിരുന്നു, ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അത് അള്ളാഹുവിന്റെ ദിക്റോട് കൂടിയായിരിക്കണം. हर नेमत के साथ जिम्मेदारी है. ഓരോ നിഅമത്തുകളുടെ കൂടെയും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. तो नेमतें मिले तो इबादतें बढ़े. നിഅമത്തുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകളും വർദ്ധിക്കണം. गफलतें नहीं बढ़ना चाहिए, ഗഫലത്തല്ല വർദ്ധിക്കേണ്ടത്. वरना गफलत में आदमी बहुत गलतियां कर देता है. ഗഫലത്തിൽ മനുഷ്യൻ വളരെയധികം തെറ്റുകൾ ചെയ്തു പോവും. जितने एक्सीडेंट्स होते हैं ना वो गफलत ही की वजह से होते हैं. എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുണ്ടോ, ഇതെല്ലാം ഗഫലത്ത് കാരണമായിട്ടാണ്, അശ്രദ്ധ കാരണമായിട്ടാണ്. और कितने घंटे की गफलत, എത്രയോ മണിക്കൂറുകളുടെ ഗഫലത്താണ്. घंटे की नहीं सेकंडों की गफलत होती है. ആക്സിഡന്റുകളിൽ ഉണ്ടാകുന്നത് ചെറിയ സെക്കൻഡുകളുടെ ഗഫലത്താണ്. थोड़े सेकंड्स की गफलत में एक्सीडेंट हो गया. ഒരു ചെറിയ നിമിഷത്തിന്റെ ഒരു അശ്രദ്ധ വലിയ ആക്സിഡന്റ്, അപകടമുണ്ടായി. जैसे किसी शायर ने कहा, लम्हों ने खता की सदियों ने सजा पाई. ഇതുപോലെ ഒരു ഷാര്, ഒരു കവി പറഞ്ഞതുപോലെ ഒരു നിമിഷത്തിന്റെ അശ്രദ്ധ വർഷങ്ങളുടെ കാലാകാലമുള്ള നുഖ്സാൻ, അത് കാരണമുള്ള ശിക്ഷ, സജ. फ्रैक्शन ऑफ ए सेकंड में गफलत हुई, एक्सीडेंट हो गया. उसका जो नुकसान हुआ, हाथ पैर चले गए और फालिज हो गया, पैरालिसिस हो गया, तो पूरी जिंदगी भुगतता रहता है. ഒരു നിമിഷ നേരം അശ്രദ്ധ കാരണം അപകടമുണ്ടായി, വർഷങ്ങൾ കാലാകാലം പിന്നെ നിലനിൽക്കുന്ന രീതിയിൽ
കാലും കൈയും ഒടിഞ്ഞുപോയി, അല്ലെങ്കിൽ കാല് മുറിക്കപ്പെട്ടു, പാരലൈസ് ആയിപ്പോയി, ഈ അവസ്ഥയായി. तो गफलत बड़ी खतरनाक चीज है. അതുകൊണ്ട് ഗഫ്ലത്ത്, അശ്രദ്ധ വളരെ പ്രശ്നമുള്ള അപകടകരമായ കാര്യമാണ്. उसका नुकसान बहुत खतरनाक चीज है. അതിന്റെ നുക്സാൻ, അതിന്റെ ആ അപകടം അത് വളരെ നീണ്ടതാണ്. गाफिल के दिल में अंधेरा होता है, जाकिर के दिल में रोशनी होती है. ഗാഫിൽ, ഒരു അശ്രദ്ധ ഉള്ള ഒരാൾ, അയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നൂറ് നിറഞ്ഞതായിരിക്കും. तो 3 जिम्मेदारियां हैं. അതുകൊണ്ട് 3 ഉത്തരവാദിത്തങ്ങളാണ്. अल्लाह को याद करना, ഒന്ന് അള്ളാഹുവിനെ ഓർക്കുക, अल्लाह को याद रखना, അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുക, और अल्लाह को याद दिलाना. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുക. तीनों जिम्मेदारियां हैं. ഈ 3 കാര്യങ്ങളും ഉണ്ട്. अल्लाह को याद करना, ഒന്ന് അള്ളാഹുവിനെ ഓർക്കുക, चलते फिरते उठते बैठते, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഏതവസരത്തിലും അള്ളാഹുവിനെ ഓർക്കുക. ये जितनी मसनून दुआएं हैं ना, ये हिफाजत का सामान है. ഈ മസ്നൂൻ ദുആകൾ എന്ന് പറയുന്നത്, സുന്നത്തായ ദുആകൾ എന്ന് പറയുന്നത്, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാവലാണ്. तमाम से मसनून दुआएं करने वाला अल्लाह की हिफाजत के निजाम में रहता है. നിഷ്ഠയോടുകൂടി ഈ സുന്നത്തായ ദുആകൾ പൂർത്തിയാക്കുന്ന ആളുകൾ അവരെ അവന്റെ പ്രത്യേകമായ കാവലിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. तो अल्लाह को याद करना, അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക, अल्लाह को याद रखना, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ ഓർമ്മിക്കുക. याद करके भूलना नहीं. ഓർത്തതിന് ശേഷം മറന്നു കളയാൻ പാടില്ല. मस्जिद में तो याद किया, बाजार में भूल गया. പള്ളിയിൽ ഓർമ്മ വന്നു, പുറത്തേക്ക് മാർക്കറ്റിൽ പോയപ്പോൾ മറന്നുപോയി. चिल्ले में तो याद किया, शादी में भूल गया. 40 ദിവസം ചില്ല പുറപ്പെട്ടപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, കല്യാണം വന്നപ്പം മറന്നുപോയി. अल्लाह मुझे देख रहा है. അള്ളാഹു എപ്പോഴും എന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. अल्लाह पाक शिकायत करते हैं कि मेरे बंदे मुझे भूल जाते हैं. അള്ളാഹുവിന്റെ കംപ്ലൈന്റ് ആണ്, അള്ളാഹുവിന്റെ വേവലാതിയാണ്, ആവലാതിയാണ്, എന്റെ അടിമകൾ എന്നെ മറന്നു കളയുകയാണ്. मौलाना इब्राहिम साहब दामद बरकातुम कहते हैं, अल्लाह कोई छोटी चीज है कि भूल जाओ. अल्लाह कोई छोटी चीज है कि भूल गए. मौलाना इब्राहिम साहब പറയുകയാണ്, അള്ളാഹു എന്താ ചെറിയ എന്തെങ്കിലും സാധനമാണോ അങ്ങ് മറന്നു കളയാൻ വേണ്ടി? चाबी भूल गया तो आदमी कितना परेशान होता है. ഒരു താക്കോല് മറന്നു പോയി കഴിഞ്ഞാൽ എത്ര വലിയ പരേഷൻ ആവുകയാണ്, എത്ര വലിയ പരിഭ്രമാവസ്ഥയിലാവുകയാണ്. चाबी भूल गया, ഒരു താക്കോല് മറന്നുപോയി, कितनी परेशानी, എത്ര വലിയ പരിഭ്രമം. अल्लाह को भूल गया तो അപ്പൊ അള്ളാഹുവിനെ മറന്നുപോയാലോ कितनी परेशानी में आएगा, എത്ര വലിയ പരിഭ്രമത്തിലായി പോവും. इसलिए फजाइल की किताब में लिखा हुआ है, जब बंदा मुझे याद करता है तो मैं उसका हबीब हूं, जब मुझे भूल जाता है तो मैं उसका तबीब हूं. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയത്തിൽ കാണാൻ സാധിക്കും, അതായത് അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, അവന്റെ ഓർമ്മയിലായിരിക്കുമ്പോൾ അള്ളാഹു അവന്റെ ഹബീബാണ്. അള്ളാഹുവിനെ മറന്നു കളഞ്ഞാൽ അള്ളാഹു പിന്നെ അവന്റെ തബീബാണ്, അവനെ ചികിത്സിക്കുന്നവനാണ്. तबीब क्या करता है? തബീബ് എന്താണ് ചെയ്യുന്നത്? डॉक्टर साहब क्या करते हैं? ഡോക്ടർ എന്താ ചെയ്യുന്നത്? पैसे लेके इंजेक्शन देते हैं, പൈസ വാങ്ങിക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും, तकलीफ देते हैं. ചെറിയൊരു വേദന കൊടുക്കും, ഒരു ബുദ്ധിമുട്ട്, पैसे लेके പൈസ വാങ്ങിച്ചാണ്ടാണ് ഈ ബുദ്ധിമുട്ട് കൊടുക്കുന്നത്. और जरी बड़ी बीमारी रही तो एडमिशन घर से बेघर करा देते हैं. കുറച്ച് വലിയ പിന്നെ അസുഖമാണെങ്കിലോ പിന്നെ അഡ്മിഷൻ, വീടുള്ളവന് പോലും വീടില്ലാത്ത അവസ്ഥ. बेघर हो जाओ, ഇനി വീട് വിട്ടാളാ, വീട്ടിലൊന്നും പോണ്ട. अभी ये कोरोना में तो बीवी को भी नहीं जमाते थे. കൊറോണ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഭാര്യയുടെ അടുത്ത് പോലും പോകാൻ സമ്മതിച്ചില്ല. हम तो अस्पताल में देखते थे, खबर की हालत है. നമ്മള് ആശുപത്രിയിൽ കണ്ടു, ഖബറിൽ കിടക്കുന്ന അവസ്ഥയാണ്. इंतजार में रहते, क्या आएगा खाने के लिए. ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ്, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ. उसमें लिख के भेजते, ये फलां का है खाना. ആ ഭക്ഷണത്തിൽ എഴുതി അയക്കും, ഇത് ഇന്ന ആളുടെ ഭക്ഷണമാണ്. हमारे डॉक्टर साहब ने कहा, ये तो खबर की तरह है कि इंतजार में है कि आज बेटा अमल भेजेगा कि बीवी अमल भेजेगी. ഇന്ന് അപ്പൊ നമ്മുടെ ഡോക്ടർ സാഹിബ് പറയുകയുണ്ടായി, ഇത് ഖബറിന്റെ അവസ്ഥയാണ്, പ്രതീക്ഷയിലാണ്. ഇന്ന് മോൻ എന്തെങ്കിലും അമൽ എനിക്ക് കൊടുത്തയക്കുമോ, അതോ എന്റെ ഭാര്യ എന്തെങ്കിലും അമൽ കൊടുത്തയക്കുമോ. किसी से मिलने की इजाजत नहीं है, ഒരാളെ പോലും കാണാനുള്ള അനുവാദം ഇല്ല. और बाज हॉस्पिटलों में तो फोन भी छीन लिए. ചില ഹോസ്പിറ്റലിൽ ആളാണെങ്കിൽ അവിടെ അവരുടെ ഫോണും എടുത്തു വെച്ച് കളഞ്ഞു. वो अंदर का वीडियो निकाल के बाहर भेजते थे, कहा नहीं फोन भी नहीं देंगे. കാരണം എന്താ, അവിടെയുള്ള വീഡിയോകൾ എടുത്ത് പുറത്തേക്ക് അയക്കുന്നു എന്ന് വെച്ചിട്ട് ആ ഫോണും എടുത്ത് മാറ്റി കളഞ്ഞു. तन्ना हो गया, ഏറ്റവും ഒറ്റയ്ക്കുള്ള ഒരു അവസ്ഥയായി പോയി. तो ये डॉक्टर साहब बेघर कर दिया ना डॉक्टर. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്ത്, വീടുള്ള ആളെ പോലും വീടില്ലാത്ത അവസ്ഥയിലാക്കി, तकलीफ में डाला ना ताकि अच्छा हो जाए. ബുദ്ധിമുട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ?
നന്നാവാൻ വേണ്ടി. और बड़ी बीमारी ही तो ऑपरेशन करते हैं. പിന്നെ അതിനേക്കാളും വലിയ അസുഖമാണെങ്കിലോ ഓപ്പറേഷൻ ചെയ്യും, സർജറി ചെയ്യും, खून बहाते हैं. പിന്നെ രക്തം ഒഴുക്കുകയാണ്. कहता डॉक्टर साहब ऑपरेशन नहीं चाहिए. नहीं, ऑपरेशन के बगैर हल नहीं होगा मसला. ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സർജറി വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, പറ്റുകയില്ല, ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. तुझे काटेंगे. ഇനി അങ്ങ് മുറിക്കും, വെട്ടി മുറിക്കും. अच्छा होगा. വെട്ടി മുറിച്ചാലേ ശരിയാവത്തുള്ളൂ. तो अल्लाह पाक उम्मत को मुश्किलों में डाल रहे हैं. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഉമ്മത്തിനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിൽ ഇടുകയാണ്. कोई बेघर हो रहा है, किसी की जान खत्म हो रही है, किसी का खून बह रहा है. ചിലർക്ക് വീടില്ലാതാവുന്നു, ചിലരുടെ രക്തമൊഴുക്കപ്പെടുന്നു. ये सब अल्लाह की मेहरबानियां हैं. ഇത് അല്ലാഹുവിന്റെ കരുണയാണ്. ताकि हमारे गुनाहों को माफ करके अल्लाह हमें जन्नत दे दे. ഇത് കാരണമായിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി സ്വീകരിക്കുകയും ചെയ്യും. तो जितनी तकलीफ आएगी उतना अल्लाह से आदमी करीब होगा. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അത്രത്തോളം അവൻ അല്ലാഹുവിലേക്ക് അടുക്കും. ईमान होगा तो मुसीबतों पर सबर होगा. ईमान नहीं होगा तो मुसीबतों पर शिकायतें करेगा. ഈമാൻ ഉണ്ടെങ്കിൽ അവൻ മുസീബത്ത് വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ അവൻ സബർ ചെയ്യും, ക്ഷമിക്കും. ഈമാൻ ഇല്ലെങ്കിൽ ഒരു മുസീബത്ത്, ആപത്ത് വരുമ്പോൾ അവൻ വേവലാതി പറയും, കംപ്ലൈന്റ് പറയും. तो मेरे दोस्तों और बुजुर्गों, इस ईमान की मेहनत से हमारे दिलों में इस ईमान की गहराइयों को उतारना है. അപ്പൊ അതുകൊണ്ട് ഈ ഈമാന്റെ പരിശ്രമം കാരണമായിട്ട് നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഈമാനെ നമുക്ക് ഇറക്കണം. मौलाना उमर साहब पालनपुरी रहमतुल्लाह अलैह फरमाया करते थे, दावत की जमीन हो, ईमान का जड़ हो, इबादत का तना हो. ഹസ്രത്ത് മൗലാന ഉമർ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുമായിരുന്നു, ഈമാനിന്റെ ഭൂമി ഉണ്ടാവണം, दावत की जमीन, ദാവത്തിന്റെ ഭൂമി ഉണ്ടാവണം, ഈമാനിന്റെ വേരുകൾ ഉണ്ടായിത്തീരണം, അമലുകളുടെ ശാഖ ഉണ്ടായിത്തീരണം. ഇബാദത് का तना निकलेगा. തന എന്താ പറയുന്നത്? സഫിറോലി, ആ വൃക്ഷത്തിന്റെ തന, വൃക്ഷത്തിന്റെ തടിക്ക് എന്താ പറയുന്നത്? തടി തന്നെയാണ്. അപ്പൊ ഇബാദത്തുകളുടെ ആ തടി ഉണ്ടായിരിക്കണം. थोड़ा ईमान आता है ना तो इबादत आ जाती है. കുറച്ച് ഈമാൻ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇബാദത്തുകൾ ഉണ്ടായിത്തീരും. जिक्र करने वाला आदमी बन जाता है, പിന്നെ ദിക്ർ ചെയ്യാൻ തുടങ്ങും, कुरान पढ़ने वाला बन जाता है, ഖുർആൻ ഓതാൻ തുടങ്ങും, नमाज पढ़ने वाला बन जाता है, നമസ്കരിക്കാൻ തുടങ്ങും, उम्रा को जाएगा, रोजा रखेगा, ഉംറക്ക് പോവും, നോമ്പ് വെക്കും. ये सब थोड़े ईमान का नतीजा है. ഇതെല്ലാം കുറച്ച് ചെറിയ ഈമാന്റെ അടയാളമാണ്. लेकिन गुनाहों से बचने के लिए पहाड़ जैसा ईमान चाहिए. പക്ഷേ എന്തെങ്കിലും പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ, അതിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ വലിയ പർവ്വതം പോലത്തെ ഈമാൻ വേണം. तो इबादत का तना हो. അതുകൊണ്ട് ഇബാദത്തിന്റെ ആ തടി, വൃക്ഷം ഉണ്ടായിത്തീരണം. ढालियां मामिलात की, माशिरत की, അവിടെ നിന്നും ശാഖകൾ ഉണ്ടാവണം. എന്തിന്റെ? മുആശറത്തിന്റെ, മുആമലാത്തിന്റെ, അതായത് കൊടുക്കൽ വാങ്ങലുകളിലുള്ള വൃത്തി. माशिरत की ढालियां, മുആശറത്തിന്റെ ശാഖകൾ ഉണ്ടായിത്തീരണം. माशिरत किसे कहते हैं? മുആശറത്ത് എന്ന് പറയുന്നത് എന്താണ്? इबादत से इंसान का ताल्लुक अल्लाह से, माशिरत से मुराद इंसान का ताल्लुक दूसरे इंसानों से. ഇബാദത്തിന്റെ താല്ലുക്ക്, അതിന്റെ ബന്ധം അതൊരു മനുഷ്യനും അള്ളാഹുവുമായിട്ടാണ്. മുആശറത്ത് എന്ന് പറഞ്ഞാൽ അത് അവന്റെയും മനുഷ്യരുമായിട്ടുള്ള ബന്ധവുമാണ്. हम लोगों के दरमियान रहते हैं, നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്. घर में बीवी बच्चों के दरमियान रहते हैं, നമ്മുടെ വീട്ടിൽ ഭാര്യയും മക്കളുമുണ്ട്, पड़ोसियों के दरमियान रहते हैं, നമുക്ക് നമ്മുടെ അയൽവാസികളുണ്ട്. अरे मुल्क में हमारे साहिबे क्या बिरादरान वतन के साथ रहते हैं. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള മറ്റ് വാസികളോട് കൂടിയാണ്. दुकान में गिराकों के साथ रहते हैं. നമ്മള് കടയിലാണെങ്കിൽ അവിടെ കടയിൽ വരുന്ന ആളുകളുടെ അടുത്താണ് നമ്മൾ ഉള്ളത്. और ऑफिस में कोलीग्स के साथ रहते हैं. ഓഫീസിൽ നമ്മുടെ കൊളീഗ്സിന്റെ കൂടെ, സഹപ്രവർത്തകരുടെ കൂടെയാണുള്ളത്. हमारा उनसे कैसा ताल्लुक होगा वही हमारा माशिरा है. നമ്മൾ അവരോട് കൂടി ഏത് രീതിയിൽ പെരുമാറുമോ അതായിരിക്കും നമ്മുടെ മുആശറത്ത്. माशिरा एहसान का हो. ആ മുആശറ ഇഹ്സാന്റെ മുആശറ ആയിരിക്കണം. सहाबा ने, हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने सहाबा पर मेहनत करके मदीने का जो मुआशिरा बनाया था वो एहसान का मुआशिरा था. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ പരിശ്രമിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മുആശറ എന്ന് പറയുന്നത് ഈ ഇഹ്സാന്റെ മുആശറ ആയിരുന്നു. लेने का मुआशिरा नहीं था, देने का मुआशिरा था. വാങ്ങിച്ചെടുക്കുക, കരസ്ഥമാക്കിയെടുക്കുക എന്നുള്ള മുആശറ അല്ല, മറിച്ച് കൊടുക്കാനും നൽകാനുമുള്ള ഒരു മുആശറ. सहाबा का गरीब भी देता था. സഹാബാക്കളിലുള്ള ദരിദ്രർ പോലും കൊടുക്കുമായിരുന്നു മറ്റുള്ളവർക്ക്. हदीस में क्या है? खजूर का एक टुकड़ा, खजूर नहीं, खजूर का
एक टुकड़ा सदका करोगे तो जहन्नम की आग बुझ जाएगी। मैं सोचता ये टुकड़ा क्या, तो एक बुजुर्ग ने कहा उनके पास एक ही खजूर होता था, उसमें वो टुकड़ा तोड़ के देते थे। ഹദീസിന്റെ ആശയത്തിൽ കാണാൻ സാധിക്കും, ഒരു കാരക്കയുടെ ഒരു കീർ ഒരു കഷണം അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് സദഖയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നരകത്തിലെ അഗ്നിയെ അത് അണച്ചു കളയും. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, പടച്ചോനെ, ഒരു കാരക്ക, ഒരു ഈത്തപ്പഴത്തിന്റെ കഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പൊ മഹാന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതായത് ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കാരക്കയെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്നും ഒരു കഷണമാണ്. ഇബ്രാഹിം സാബ് कहते हैं अल्लाह ज्यादा दे तो ज्यादा दो, थोड़ा दे तो थोड़ा दो. ഇബ്രാഹിം സാബ് റഹ്മത്തുള്ളാഹി, മൗലാന ഇബ്രാഹിം സാബ് ദാമത്ത് ബറകാതുഹും അദ്ദേഹം പറയുന്നു, അതായത് കൂടുതൽ തന്നു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കിൻ, കുറച്ചേ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കൊടുക്കിൻ. हम क्या समझते हैं अल्लाह ज्यादा दे तो थोड़ा देंगे, थोड़ा दे तो पूरा रख लेंगे. നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്, അല്ലാഹു തആല കുറെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം, പിന്നെ കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങ് വെച്ചേക്കാം. थोड़ा ही तो मिला है ना, वो क्यों दूं? കുറച്ചല്ലേ കിട്ടിയിട്ടുള്ളൂ, അത് പിന്നെ എന്തിനാ കൊടുക്കുന്നത്? हालांकि थोड़े को बढ़ाने का तरीका देकर है. പക്ഷേ കുറച്ച് അതിനെ കൂട്ടാനുള്ള വഴി എങ്ങനെയാണ്, അത് കൊടുത്തുകൊണ്ടാണ്. സഹാബा खर्च करके मालदार हो गए, हम जमा करके गरीब हो गए. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവര് ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ പണക്കാരായി, സമ്പന്നരായി. നമ്മൾ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ദരിദ്രരായി മാറി. उनको 10 मिलता, അവർക്ക് 10 കിട്ടിക്കഴിഞ്ഞാൽ 10 ദിർഹം मिले तो 1 ദിർഹം से जरूरत पूरी होती, 9 ദിർഹം अल्लाह के रास्ते में देते. 10 ദിർഹം കിട്ടിക്കഴിഞ്ഞാൽ 1 ദിർഹം കൊണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കും, 9 ദിർഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. फजाइल की किताब में शेख ने लिखा है, हम लोग इसलिए कमाते हैं कि आज खाने के लिए कुछ नहीं है, और सहाबा इसलिए कमाते थे कि आज अल्लाह के बैंक में जमा करने के लिए कुछ नहीं है. ഷെയ്ഖുൽ ഹദീസ് അമലുകളുടെ മഹത്വങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതായത് നമ്മൾ ഇന്ന് സമ്പാദിക്കുന്നത് നമുക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. സഹാബാക്കൾ അവര് സമ്പാദിച്ചിരുന്നത് അള്ളാഹുവിന്റെ ബാങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടണം, സ്വരൂപിക്കണം എന്നുള്ള നിയത്തിലായിരുന്നു. तो अल्लाह 10 ദിർഹം दे तो सहाबा के एक से अपनी जरूरत पूरी करते और 9 लोगों पर एहसान करते. അപ്പം ഒരു 10 ദിർഹം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും 1 ദിർഹം കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കും, ബാക്കി 9 കൊണ്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് ചെലവാക്കും. और अल्लाह अपने वादे में सच्चे हैं, एक का बदला 10 देना है, दुनिया में 10 है, आखिरत में 70 है. അല്ലാഹു സുബ്ഹാനഹു വ തആല 70 से शुरू है. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനങ്ങളിൽ സത്യസന്ധനാണ്, അതിനെ പൂർത്തിയാക്കുന്നവനാണ്. ഇവിടെ വെച്ച് 1 ചെലവാക്കിയാൽ അതിന് പകരം 10 നൽകും, പിന്നെ ആഖിറത്തിലാണെങ്കിലോ 70,000-70,000 तो अल्लाह को कितना देना है? 9 दिए तो. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് എത്ര കൊടുക്കണം? 9 കിട്ടിയെങ്കിൽ. 9 देंगे तो कितना होगा बोलो? 9 കൊടുത്തെങ്കിൽ അള്ളാഹു 9 കൊടുത്തു, നമുക്ക് എത്ര കിട്ടും? नहीं मतलब എത്ര കിട്ടും? 90 देना है अल्लाह को. അപ്പൊ 9 കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 90 തിരിച്ചു കിട്ടും. तो 90 मिल जाते. അപ്പം 90 തിരിച്ചു കിട്ടാനുള്ള മാർഗമാണ്. तो फिर क्या करते हैं साहबा? അപ്പൊ പിന്നെ സഹാബാക്കൾ എന്ത് ചെയ്യും? ഈ 90 കിട്ടി കഴിഞ്ഞാൽ जरूरत पूरी हो रही है, एक से जरूरत पूरी कर लेते, 89 अल्लाह के रास्ते में दे देते. ഒന്നിൽ കൂടി ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ 1 കൊണ്ട് ആവശ്യത്തിനെ പൂർത്തിയാക്കും, പിന്നെ 89 ചെലവാക്കി കളയും. तब 89 देंगे तो कितना देगा? അപ്പൊ ഇനി 89 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? तो कितना देगा? അപ്പൊ പിന്നെ എത്ര കൊടുക്കും? 890 देना है ना. അപ്പൊ ഇനി അതിന് പകരമായിട്ട് എന്ത് ലഭിക്കാറുണ്ട്? 890. तो इस तरह खर्च कर करके सहाबा मालदार हो गए. അപ്പൊ ഇതുപോലെ ഖർച്ച് ചെയ്ത് ചെലവഴിച്ച് അവര് സമ്പന്നരായി. सदक़े से माल कम नहीं होता. സദഖ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ആ സമ്പത്ത് കുറയുകയില്ല. सदका यानी कि सिर्फ गरीब को दे दो, ये सदका है. സദഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ദരിദ്രനായ ഒരു മനുഷ്യർക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല, रिश्तेदारों पर एहसान करो, ये सदका है. ആ കുടുംബക്കാർക്ക് ചെലവ് ചെയ്യുക, അതും സദഖയാണ്. रिश्तेदारों पर एहसान नहीं किया, सदका नहीं दिया, उनकी जरूरतों में काम नहीं आया, अब दावत देंगे तो तबलीग में कैसे लगेंगे वो? കുടുംബക്കാരിൽ ചെലവഴിച്ചില്ല, കുടുംബക്കാർക്ക് വേണ്ടി നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പോയില്ല, പിന്നെ തബ്ലീഗിലേക്ക് ദാവത്ത് ചെയ്താൽ അവരെങ്ങനെ വരും? पड़ोसी की हमने मदद नहीं की, उसकी जरूरत में हम काम नहीं आए, अब जाके दावत देंगे तो तबलीग में कैसे लगेगा? അയൽവാസിയെ പോയി കണ്ടില്ല, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കിയില്ല, അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുത്തില്ല, പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തബ്ലീഗിന്റെ ദാവത്ത് ചെയ്താൽ അദ്ദേഹം എങ്ങനെ വരും? हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने फरमाया, लोग गुलामों को खरीद कर आजाद करते हैं,
लोग आजाद लोगों पर एहसान करके उनको अपना गुलाम क्यों नहीं बना लेते? ഹദീസിൽ വന്നിട്ടുണ്ട്, അതായത് ആളുകൾ അടിമകളെ പൈസ കൊടുത്ത് വാങ്ങിച്ച് അവരെ എന്ത് ചെയ്യുന്നു? അവരെ സ്വതന്ത്രരാക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആളുകളുടെ മേൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അവരെ നമുക്ക് നമ്മുടെ അടിമകളാക്കി എടുത്തുകൂടാ? उस जमाने में गुलाम को खरीद के आजाद करना बहुत बड़ा काम था. അന്നത്തെ കാലത്ത് അടിമകളെ വാങ്ങിച്ച് അവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം സ്വതന്ത്രരാക്കുക ഇത് വലിയൊരു അമലായിരുന്നു. हाँ, तो उनको अल्लाह के नबी अलैहिस्सलाम ने कहा कि लोग पैसे खर्च करके गुलामों को खरीद के आजाद करते हैं, आजाद लोगों पर एहसान करके उनको अपना गुलाम क्यों नहीं बना लेते? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതായത് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അടിമകളെ വാങ്ങിച്ച് അവരെ സ്വതന്ത്രരാക്കുകയാണ്. ഈ അടിമകളെ സ്വതന്ത്രരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യരിലേക്ക് എഹ്സാൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർത്തിച്ചുകൊണ്ട് അവരെ നമ്മുടെ അടിമകളാക്കി എടുത്തുകൂടാ? उर्दू में कहते हैं अल इंसान अब्दुल एहसान. अल इंसान अरबी है. हाँ, अल इंसान अब्दुल एहसान. इंसान जो है एहसान करने वाला का गुलाम हो जाता है. അറബിയിൽ ഒരു വാക്യമുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, അൽ ഇൻസാൻ അബ്ദുൽ എഹ്സാൻ. ഇൻസാൻ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ അടിമയാണ്. എന്തിൻ്റെത്? എഹ്സാന്റെ അടിമയാണ്. आदमी एहसान को याद रखता है. ഒരു മനുഷ്യൻ എഹ്സാൻ അതിനെ ഓർമ്മ വയ്ക്കും. और एहसान का बदला एहसान के अलावा कुछ नहीं हो सकता. എഹ്സാനിന് പകരമായിട്ട് എഹ്സാൻ അല്ലാതെ വേറെ ഒന്നും ആവാൻ സാധിക്കില്ല. हल जज़ाउल एहसानी इल्लल एहसान. अल्लाह खुद पूछते हैं एहसान का बदला एहसान के अलावा भी कुछ हो सकता है? അല്ലാഹു തആല സ്വന്തം ചോദിക്കുകയാണ്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഈ എഹ്സാനിന് പകരമായിട്ട് വേറൊരു എഹ്സാൻ അല്ലാതെ വേറെ എന്ത് പകരം വെക്കും? दाई का दिल नरम हो के वो सब पर एहसान करे. ഒരു ദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം മൃദുവായ ഹൃദയമായിരിക്കണം. എല്ലാവരിലേക്കും എഹ്സാന്റെ ചിന്തയായിരിക്കണം. बदला लेना दाई की सिफत नहीं है, एहसान करना दाई की सिफत. പകരം ചോദിക്കുക, പകരം വാങ്ങിക്കുക, ഇത് ദായിയുടെ സിഫത്തല്ല, മറിച്ച് എന്ത് ചെയ്യണം? എഹ്സാന്റെ സിഫത്തോടു കൂടിയായിരിക്കണം. माफ करना दाई की सिफत है. പുറത്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക, ഇത് ദായിയുടെ സിഫത്താണ്. अरे इल्जाम लगाने वाले को माफ कर दिया. इल्जाम तोहमत ആരോപണം പറയുന്ന ആളുകളിലേക്ക് എഹ്സാൻ ചെയ്യുന്നവരാണ് ദായികൾ. हजरत अबू बकर सिद्दीक रज़ी अल्लाह तआला अन्हु, उनके एक रिश्तेदार थे, वो गरीब थे, उस पर बहुत एहसान करते थे. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം ദാരിദ്ര്യാവസ്ഥയായിരുന്നു. വളരെയധികം സഹായം അദ്ദേഹം ചെയ്യുമായിരുന്നു. हजरत आयशा रज़ी अल्लाह तआला अन्हा पर जब मुनाफिकों ने इल्जाम लगाया तो गॉसिपिंग होती है ना, तो उस गॉसिपिंग में ये भी शरीक हो गए. क्या हो सकता है ऐसा हो? ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവം, തൊഹമത്തിന്റെ സംഭവം, ആ സമയത്ത് എല്ലാവരും മുനാഫിഖീങ്ങളും എല്ലാവരും ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ആ വലിയൊരു അപരാധം പറഞ്ഞു പരത്തി. ആ സമയത്ത് ഈ കുടുംബക്കാരനും അതിൽ പങ്കാളിയായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. इसीलिए दोस्तों और बुजुर्गों, किसी के ताल्लुक से बुरा नहीं बोलना, बोलो इंशाअल्लाह. അപ്പൊ അതുകൊണ്ട് ആരെക്കുറിച്ചും നമ്മള് ഒരു മോശം പറയാൻ പാടില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. लोगों की गलतियों को हम छुपाएंगे, अल्लाह हमारी गलतियों को छुपाएंगे. മനുഷ്യരുടെ കുറ്റങ്ങൾ അത് നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും തീർച്ചയായിട്ടും മറച്ചു വെക്കും. नजरों की हिफाजत करना. കണ്ണുകളെ സൂക്ഷിക്കണം. क्या मतलब नजरों की हिफाजत से? കണ്ണുകളുടെ സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? नामहरम और नापाक चीजों को नहीं देखना. അശുദ്ധമായതും അതുപോലെ തന്നെ നാമഹറമായതും ഔറത്തായതും അതിലേക്ക് നമ്മൾ നോക്കരുത്. ये सबको समझ में आता है. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. दूसरा दर्जा ये है, രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ദർജ എന്താണ്? लोगों के ऐबों को भी नहीं देखना. മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും അതും നമ്മൾ നോക്കരുത്. जैसे किसी गंदी चीज को देखे और नापाक चीज को देखे, नामहरम को देखे तो ईमान का लेवल गिर जाता है, ऐसे लोगों की गलतियों को भी देखेंगे तो ईमान का लेवल गिर जाएगा. ഇതുപോലെ അശുദ്ധമായത്, അല്ലെങ്കിൽ മോശമായത്, അല്ലെങ്കിൽ ഔറത്തായത്, നാമഹറമായത്, അതുപോലെ എന്തെങ്കിലെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈമാനിന്റെ അളവിൽ കുറവ് സംഭവിക്കുമോ, ഇതേ രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് നോക്കിയാലും ഈമാനിൽ കുറവ് സംഭവിക്കും. और तीसरा फरमाया, दुनिया की चीजों को अजमत की नजर से नहीं देखना. മൂന്നാമതായിട്ട് പറയപ്പെട്ടു, ദുനിയവിയായ വസ്തുക്കൾ അതിലേക്ക് എന്ത് ചെയ്യരുത്? ആ മഹത്വത്തോടു കൂടി നമ്മൾ അതിനെ നോക്കരുത്. देखेंगे,
ആ കാണാം. अरे भाई कार नजर आई तो देखेंगे, ഒരു കാർ കണ്ടു, അതിനെ നമ്മൾ കാണും. थोड़ी आंख बंद कर लेंगे कि नामहरम है, ആ കാർ വന്നു, നാമഹരം വന്നതും ഒന്നും പറഞ്ഞ് കണ്ണടച്ച് കളയോ? लेकिन अजमत की नजर से नहीं देखेंगे. പക്ഷെ മഹത്വത്തോടു കൂടി നമ്മൾ അതിനെ बड़ी നോക്കുക. बिल्डिंग आई तो देखेंगे, ആ ഒരു ബിൽഡിംഗ് കണ്ടു, നമ്മൾ അതിനെ നോക്കും. अजमत की नजर से नहीं പക്ഷെ देखेंगे. മഹത്വത്തോടു കൂടി നമ്മൾ നോക്കുക. फजाइल की किताब में शेख ने लिखा है, जो दुनिया में नाज परवरदा रईस लोगों की ज़ैब व ज़ीनत की तरफ ललचाई हुई आंखों से देखता है, वो आसमानों की बादशाहत में जलील समझा जाता है. ആ അമലുകളുടെ മഹത്വങ്ങളിൽ ഷെയ്ഖുൽ ഹദീസ് എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ ദുനിയവിയായ വസ്തുക്കളിലേക്ക് മഹത്വത്തോടുകൂടി, ആ ആകർഷണത്തോടുകൂടി അവൻ അതിനെ നോക്കുകയാണ്, അള്ളാഹുവിന്റെ വലിയ ബാദ്ഷാഹിൽ, ആ ദർബാറിൽ അവൻ അവനെ ദലീലാക്കി, നിന്ദ്യനാക്കി കളഞ്ഞു. तो ये सब नजरों की हिफाजत में है. അപ്പൊ ഇതെല്ലാം കണ്ണുകളെ സൂക്ഷിക്കുന്ന വിഷയത്തിലുള്ളതാണ്. तो किसी की गलती नहीं देखेंगे അതുകൊണ്ട് इंशाअल्लाह. ആരുടെയും തെറ്റുകളും കുറവുകളും നമ്മൾ നോക്കുകയില്ല ഇൻഷാ അല്ലാ. कोई दूध का धुला नहीं है. ആരും പാല് കൊണ്ട് കഴുകി ശുദ്ധമാക്കപ്പെട്ടവരൊന്നും അല്ല. इंसान है तो उसके अंदर गलतियां होंगी. മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനതകൾ, കുറ്റങ്ങൾ ഉണ്ടാവും. जिससे न हो कोई गलती उसे रहमान कहते हैं. ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു ദാത്ത് എന്ന് പറഞ്ഞാൽ അത് റഹ്മാന്റെ ദാത്ത് മാത്രമാണ്. जो गलती पर करे गलती उसे हैवान कहते हैं. ഒരു തെറ്റിന്റെ പുറത്ത് വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അതിനെ മൃഗം, ഹൈവാൻ എന്ന് പറയപ്പെടും. और जो गलती करके अड़ जाए उसे शैतान कहते हैं. ഒരു തെറ്റ് ചെയ്തതിനു ശേഷം അതിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നവൻ, വാശി പിടിക്കുന്നവൻ, അതിനെ ശൈത്താൻ എന്ന് പറയപ്പെടും. और जो गलती करके पछताए उसे इंसान कहते हैं. ആര് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്താപിക്കുമോ അവനെ നമ്മൾ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറയും. तो सबके अंदर गलतियां होंगी. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും തെറ്റുകൾ ഉണ്ടാവും. हम लोगों की गलतियों को नहीं देखेंगे, അപ്പൊ മനുഷ്യരുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നമ്മൾ നോക്കുകയില്ല. हम लोगों की अच्छाइयों को देखेंगे. നമ്മൾ മനുഷ്യരുടെ നല്ലതിലേക്ക് നോക്കും. हजरत अबू बकर सिद्दीक रजी अल्लाह तआला अन्हु का कौल है कि तुम लोगों की गलतियों को देखने से नजर फेरोगे, अल्लाह अपनी गलतियों की इस्लाह की तौफीक नसीब फरमाएंगे. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖൂലയാണ്, അതായത് നിങ്ങൾ മനുഷ്യരുടെ കുറവുകളിലേക്ക് നോക്കുന്നതിൽ നിന്നും മാറി, അതിൽ നിന്നും लोगों की गलतियों को देखने से नजर को फेर लोगे, अल्लाह खुद की गलतियों की इस्लाह की तौफीक नसीब फरमाएंगे. മനുഷ്യരുടെ തെറ്റുകൾ, കുറവുകൾ നോക്കുന്നതിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കുറവുകളെ ഇസ്ലാഹ് ചെയ്യുന്നതിന് വേണ്ടി, ആ കുറവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നതാണ്. तो हजरत अबू बकर सिद्दीक रजी अल्लाह तआला अन्हु के वो रिश्तेदार, वो भी हजरत आयशा के वो इल्जाम में थोड़ा बहुत साथ हो गए. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കുടുംബക്കാരൻ, അദ്ദേഹവും ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയത്തിൽ, ഗോസിപ്പിൽ അദ്ദേഹവും പങ്കെടുത്തു. लेकिन अल्लाह ने बरात की आयतें नाजिल कर दी कुरान में कि हजरत आयशा पाक है. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധിയെ കുറിച്ച് ആയത്തുകൾ ഇറക്കി. तो उस वक्त हजरत अबू बकर रजी अल्लाह तआला ने कसम खा ली कि मैं इसकी मदद नहीं करूंगा. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സത്യം ചെയ്തു, ഈ മനുഷ്യനെ ഇനി ഒരിക്കലും ഞാൻ സഹായിക്കുകയില്ല. किसकी कसम थी? ആരുടെ ഖസമാണ്, ആരുടെ സത്യമാണ്? हजरत अबू बकर की कसम थी. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സത്യമാണ്. अबू बकर तो हजरत अबू बकर रजी अल्लाह तआला थे ना. कुरान में आयतें नाजिल हो गई कि बुजुर्गी वालों के लिए इस तरह कसम खाना मुनासिब नहीं है. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖുർആനിൽ അപ്പൊ തന്നെ ആയത്തുകൾ ഇറക്കപ്പെട്ടു, ഇത്രയും വലിയ സ്ഥാനമുള്ള ആളുകൾ ഇങ്ങനത്തെ സത്യം ചെയ്യൂല, ऐसी कसम खाना मुनासिब नहीं है. ഇങ്ങനത്തെ സത്യം ചെയ്യുന്നത് യോജിച്ചതല്ല. तो जब हजरत अबू बकर रजी अल्लाह तआला को पता चला ये आयत तो मेरे बारे में नाजिल हुई, तो उन्होंने उस कसम को तोड़ा और एहसान करना शुरू कर दिया. और कितना एहसान किया? पहले जितना देते थे उससे डबल देना शुरू कर दिया. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് എന്നെ പറ്റി പറഞ്ഞതാണ്, ഈ ആയത്ത് എന്നെ പറ്റിയാണ് പറയുന്നത്. എന്ത് ചെയ്തു? ആ സത്യത്തിനെ മുറിച്ചു കളഞ്ഞു, അതിനെ പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് എത്രയാണോ പിന്നെ എഹ്സാൻ ചെയ്തിരുന്നത്, മുമ്പ് കൊടുത്തിരുന്ന എഹ്സാനെക്കാളും അതിനെ അങ്ങ് ഡബിളാക്കി, അതിനെ അങ്ങ് ഇരട്ടിയാക്കി. मेरे दोस्तों बुजुर्गों, तबलीग रिश्तेदारों पर एहसान करना. അപ്പൊ തബ്ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരോട് എഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ്, पड़ोसियों पर एहसान करना, അയൽവാസികളോട് എഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ്, मिलने जुलने वालों पर एहसान करना. നമ്മളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകളോട്, നമ്മൾ ആരൊക്കെ കാണുന്നു അവരോട് തന്നെ എഹ്സാൻ ചെയ്യുക फिर എന്നുള്ളതാണ്. हमारी तबलीग चलेगी. ഇതിലൂടെയാണ് നമ്മുടെ തബ്ലീഗ് നടക്കുന്നത്. आज लोग अखलाक को देखते हैं. ഇന്നത്തെ മനുഷ്യർ അവർ സ്വഭാവം നോക്കും. अल्लाह इखलास चाहते हैं. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കതയാണ് ആഗ്രഹിക്കുന്നത്. लोग अखलाक चाहते हैं.
മനുഷ്യർ ആഗ്രഹിക്കുന്നത് അഖ്ലാഖാണ്, इखलास तो സ്വഭാവമാണ്. बहुत है, अखलाक नहीं है. ആ നിഷ്കളങ്കത കുറെ ഉണ്ട്, പക്ഷെ സ്വഭാവം പോരാ. वो बहुत इखलास है कि छुप के नमाज पढ़ता है. ഓ എത്ര വലിയ ഇഖ്ലാസാന്ന് വെച്ചാൽ ഒളിച്ചാണ് നമസ്കരിക്കുന്നത്. बहुत इखलास है, छुप के कुरान पढ़ता है. ഭയങ്കര ഇഖ്ലാസാണ്, ഒളിച്ചിരുന്നാണ് ഖുർആൻ ഓതുന്നത്. बहुत इखलास है, छुप कर रोता है, दुआ करता है. ആ ഭയങ്കര ഇഖ്ലാസാണ്, ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ ഒളിച്ചിരുന്നാണ് കരയുന്നത്, ദുആ ചെയ്യുന്നത്. लेकिन लोगों से लड़ता है. പക്ഷേ മനുഷ്യരോട് എപ്പോഴും വഴക്കൂടും. अखलाक अच्छे नहीं है. നല്ല സ്വഭാവമല്ല. तो बोलो लोग तबलीग में लगेंगे? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യർ തബ്ലീഗിലേക്ക് വരുവോ? लोग तो अखलाक देख के आएंगे. ആ മനുഷ്യരെ അഖ്ലാഖ് കണ്ടുകൊണ്ട്, സൽസ്വഭാവം കണ്ടുകൊണ്ടാണ് തബ്ലീഗിലേക്ക് വരുന്നത്. अखलाकी लोग, हमारे मौलाना इब्राहिम साहब दामद बरकातुम कहते हैं दाई के औजार हैं अखलाक, औजार, इंस्ट्रूमेंट्स. മൗലാന ഇബ്രാഹിം സാബ് ദാമത്ത് ബർക്കാത്തും അദ്ദേഹം പറയും, അതായത് ഒരു ദായിയുടെ ഇൻസ്ട്രുമെന്റ്, ടൂൾസ്, അതായത് കയ്യായുധമാണ് എന്ത്? അഖ്ലാഖ്, സൽസ്വഭാവം. हम क्या समझते हैं दाई के टूल्स बयान है. നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്? ദായിയുടെ കയ്യായുധം, ആ ടൂളിന് കയ്യായുധം എന്നല്ലേ പറയുന്നത്? कारपेंटर का टूल होता है ना. കയ്യായുധം എന്നല്ലേ പറയുന്നത്? അതിനെന്താ മലയാളത്തിൽ വേറെ വാക്കുണ്ടോ? പണിയായുധം. ആ ദായിയുടെ പണിയായുധം അത് ബയാനെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. सर्जन है लेकिन उसके पास काटने का चाकू नहीं है. സർജനാണ്, പക്ഷെ മുറിക്കാനുള്ള കത്തിയില്ല. कारपेंटर है, उसके पास हथौड़ी नहीं है. കാർപ്പന്റർ ആണ്, പക്ഷെ അടിക്കാനുള്ള ചുറ്റികയില്ല. मैकेनिक है, उसके पास स्पानर नहीं है. മെക്കാനിക് ആണ്, സ്പാനർ കയ്യിലില്ല. क्या काम करेगा? എന്ത് പണി वो ചെയ്യും? तो बयान करेगा. അവിടെ ഇരുന്ന് ബയാൻ ചെയ്യും. कहते गूंगा मैकेनिक. ഒരു സംസാരിക്കാൻ പറ്റാത്ത മെക്കാനിക്ക്, ബധിരനായ ഒരു മെക്കാനിക്ക് बयान नहीं करता, काम अच्छा करता है. ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ നല്ല പണി ചെയ്യും. गूंगा टेलर. സംസാരിക്കാൻ കഴിയാത്ത ഒരു ടൈലർ कटिंग फिटिंग परफेक्ट करता है, बयान नहीं करता. കട്ടിങ്ങും ഫിറ്റിങ്ങും വളരെ പെർഫെക്റ്റ് ആണ്, നല്ല കട്ടിംഗ് ആണ്, ബയാൻ ചെയ്യത്തില്ല. तो दाई को बोलना नहीं आता. 10 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, जोरदार दाई बन गया. ഭയങ്കര വലിയ ദായിയായി. अब सबको नमाज पढ़ाओ. എല്ലാവരെയും നമസ്കരിപ്പിക്കണം എന്നുള്ള ഫിക്റായി. तो एक मर्तबा उसका छोटा भाई और उसकी माँ मेरे पास आ गए. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ അനിയനും ഉമ്മായും കൂടെ എൻ്റെ അടുത്ത് വന്നു. वो छोटे भाई के मुंह से खून जा रहा है. ആ അനിയന്റെ മുഖത്ത് നിന്നും രക്തം പുറപ്പെട്ടിരിക്കുകയാണ്, ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. तो वो बोली डॉक्टर साहब ये तबलीग है. ഉമ്മ വന്നിട്ട് ഡോക്ടർ സാഹിബിന്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ സാഹിബ് തബ്ലീഗ് എന്ന് പറഞ്ഞ ഇതാണോ? मैं पूछा क्या हुआ? അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ये नमाज नहीं पढ़ा तो ऐसा मारा हो. അപ്പൊ പറഞ്ഞു ഇത് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഒരറ്റ അടിയം കൊടുത്ത് क्या खून आ गया. അപ്പൊ ചോര വന്ന്. ऐसी तबलीग नहीं चलेगी. ഇങ്ങനെ തബ്ലീഗ് നടക്കുകയില്ല. घर वालों पर जोर जबरदस्ती. വീട്ടുകാരോട് എന്താ പറയുന്നത്, നിർബന്ധിത ഒരു അവസ്ഥ. बड़ों का हदीस पाक का खुलासा है, जो बड़ों का अदब न करे, छोटों पर शफकत न करे, अमर बिल मारूफ नाही अनिल मुनकर न करे, वो हम में से नहीं. ये भी एक हदीस है. നിർബന്ധിത ബുദ്ധി, അത് പറയണ്ടേ? വീട്ടുകാരോട് നിർബന്ധിത ബുദ്ധി ആ രീതി നടക്കുകയില്ല. ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, ഏതൊരു മനുഷ്യൻ മുതിർന്ന ആളുകളോട് ബഹുമാനം കാണിക്കുകയില്ലയോ, മര്യാദ കാണിക്കുകയില്ലയോ, താഴ്ന്ന ആളുകളോട് കരുണ കാണിക്കുകയില്ലയോ, അമർ ബിൽ മാറൂഫ് നന്മയെക്കുറിച്ച് പറയുകയും തിന്മയിൽ നിന്നും തടയുകയും ചെയ്യുകയുമില്ലയോ, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഇതൊരു ഹദീസാണ്. तो इसकी तशरीह में मौलाना इब्राहिम साहब दामद बरकातुम ने कहा, बड़ों को दावत देना है तो अदब के रास्ते से, छोटों को दावत देना है तो शफकत के रास्ते से. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മഹാന്മാർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്, നമ്മളിൽ നിന്നും മുതിർന്നവരെ നമ്മൾക്ക് അവരെ ദാവത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? മര്യാദയോടുകൂടി ബഹുമാനത്തോടുകൂടി ആയിരിക്കണം. നമ്മളിൽ നിന്നും താഴ്ന്ന ആളുകളെ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്, അവരെ നമ്മൾ ദാവത്ത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഷഫക്കത്തോടുകൂടി, കരുണയോടുകൂടി ചെയ്യണം. सारे नबी के अंदर शफकत होती थी. എല്ലാ നബിമാരുടെ ഉള്ളിലും ഈ ഷഫക്കത്ത്, കരുണ കാണാൻ സാധിക്കുമായിരുന്നു. सख्ती नहीं होती थी. ആ നിർബന്ധിത ആ മാനസികാവസ്ഥ അതുണ്ടായിരിക്കുകയില്ലായിരുന്നു. सख्त आदमी से लोग दूर भाग जाते हैं. ആ ഒരു കട്ടിയുള്ള മനുഷ്യൻ, അവരിൽ നിന്നും മനുഷ്യർ ദൂരമായി പോകും, लोग करीब नहीं होंगे. അടുത്തേക്ക് വരികയില്ല. नरम आदमी को अल्लाह पसंद करते हैं. ആ സോഫ്റ്റായ മൃദുവായ ആ സ്വഭാവം ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. जो खैर मिलेगा इस उम्मत को नरमी के रास्ते से मिलेगा.
ഖൈർ ഈ ഉമ്മത്തിന് ലഭിക്കണമെങ്കിൽ അത് മൃദുവായ മാർഗത്തിലൂടെ ആയിരിക്കും. तो पहला सर्टिफिकेट कौन देना? അപ്പൊ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ആര് തരണം? ഭാര്യ തരണം. दूसरा सर्टिफिकेट पड़ोसी देना. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസി തരണം. वो भी जल्दी देते नहीं. അതും അയൽവാസിയും പെട്ടെന്നൊന്നും തരികയില്ല. जिनके रोज उठते बैठते हैं ना उनके साथ. കാരണം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എല്ലാം കാണുന്നതാണ്, എല്ലാം അറിയാം, उनको सब पता है, അവർക്കെല്ലാം അറിയാം. इसीलिए हजरत उमर ने फरमाया या तो पड़ोस में रहो, नहीं तो साथ सफर करो, नहीं तो मामिला करो, तब तक नहीं कह सकते कि अच्छा है कि बुरा है. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു, ഒന്നുകിൽ അയൽവാസിയായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുക. ഇത് 3 കാര്യങ്ങൾ ചെയ്യുന്നത് വരെയും ആരെ പറ്റിയിട്ടും അഭിപ്രായം പറയരുത്. ബയാൻ സുൻ കെ ഫൈസല മത് കരോ കെ ബഹുത് അച്ഛാ ആദ്മി ഹൈ. ബയാൻ കേട്ടോണ്ട് ഒരിക്കലും പറയരുത് വലിയ നല്ല മനുഷ്യനാണെന്ന് പറയരുത്. ബയാൻ സുൻ കെ ഫൈസല ബഹുത് അച്ഛാ ആദ്മി ഹൈ. ബയാൻ കേട്ടിട്ട് വലിയ നല്ല മനുഷ്യനാ. तो एक आदमी को जाके कहा बहुत अच्छे आदमी है. कैसे बोलते हैं? बहुत अच्छा बयान करते हैं. तो बहुत अच्छा बयान करता है, अच्छा आदमी नहीं है. ഒരാൾ വന്നിട്ട് പറഞ്ഞു മാഷാ അല്ലാഹ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. എങ്ങനെ എന്ന് ചോദിച്ചു, പറഞ്ഞു നല്ല ബയാൻ ചെയ്യുമെന്ന് പറഞ്ഞു. നല്ല ബയാൻ ചെയ്യുമെന്ന് പറയുക, നല്ല മനുഷ്യനാന്ന് പറയാൻ പറ്റൂല. अच्छा इंसान तो बड़ी मेहनतों से बनता है. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ പരിശ്രമത്തിന് ശേഷം ഉണ്ടാവുന്നതാണ്. 4 महीने लगाओ तो बयान सीख लेता है. 4 മാസം പോയി കഴിഞ്ഞാൽ നല്ല ബയാൻ ചെയ്യാൻ പഠിക്കും. बहुत अच्छा बयान कर लेता है. ഭയങ്കര നല്ല ബയാൻ ചെയ്യും. लेकिन अच्छा इंसान बनने के लिए बहुत मेहनत करनी. പക്ഷെ നല്ല മനുഷ്യനാവണമെങ്കിൽ വലിയ പരിശ്രമം. और अल्लाह के पास कीमत अच्छे इंसान की है. അള്ളാഹുവിന്റെ അടുക്കൽ വില, അത് മതിപ്പ് ഉണ്ടാവുന്നത് നല്ല മനുഷ്യനാവുമ്പോഴാണ്. अच्छे मुसलमान की है, നല്ല മുസ്ലിമിന്റേതാണ്. अच्छे दाई की है, നല്ല ദായിയുടേതാണ്. अच्छा शौहर, अच्छा पड़ोसी, നല്ല ഭർത്താവ്, നല്ല അയൽവാസി. ये दूसरा सर्टिफिकेट. ഇത് രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ആണ്. तीसरा जो है वो सर्टिफिकेट दे जो हमारे पास काम करते हैं, सबऑर्डिनेट्स. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ആര് തരണം? നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ അടുത്ത് നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന ആളുകൾ, അവര് നമ്മുടെ സർട്ടിഫിക്കറ്റ് തരണം. നമ്മുടെ യജമാൻ, നമ്മുടെ ബോസ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. അവരും പെട്ടെന്ന് പറയുകയില്ല. മുഴുവൻ എല്ലാവരും ചേർന്ന് യജമാന്റെ എന്ത് പറയും? ഗീബത്ത് പറയും. പെട്ടെന്നൊന്നും പറയുകയില്ല. बहुत एहसान करना पड़ेगा, വലിയ എഹ്സാൻ ചെയ്യേണ്ടതായിട്ട് വരും. बहुत माफ करना पड़ेगा, കുറെ മാപ്പാക്കേണ്ടി വരും. बहुत माफ करेंगे तो फिर बोलेंगे बहुत अच्छे अखलाक है. കുറെ മാപ്പാക്കി കഴിയുമ്പോ പറയും നല്ല സ്വഭാവം എന്ന് പറയും. छोटी छोटी गलतियों पर पकड़ेंगे तो वो जल्दी नहीं बोलेंगे. ചെറിയ ചെറിയ കുറവുകൾ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഒരിക്കലും പറയുകയില്ല നല്ല സ്വഭാവമാണെന്ന്. 5 मिनट लेट आया तो गालियां देना शुरू कर दिया. 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നു, നല്ല പോലെ അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. कितनी मर्तबा हम नमाज को लेट जाते हैं. നമ്മൾ ആലോചിക്കണം, നമ്മൾ നമസ്കാരത്തിന് എത്ര പ്രാവശ്യം നമ്മൾ താമസിച്ചു പോകാറുണ്ട്. हम कितना काम पूरा करते हैं वो भी देखें. നമ്മൾ എത്ര കാര്യങ്ങൾ ജോലികൾ പൂർത്തിയാക്കുന്നുണ്ട്, നമ്മൾ അതും നോക്കണം. वैलुल लिल मुतफ्फिफीन, ये आयत में मौलाना इब्राहिम साहब दामत बरकातुम ने फरमाया लोग दंडी मारते हैं. वैलुल दंडी कम तोलते हैं, तोल में गड़बड़ करते हैं. വൈലുൽ മുത്തഫിഫീൻ, ഈ ആയത്തിന്റെ ആശയത്തിൽ മൗലാന ഇബ്രാഹിം സാഹിബ് ദാമത്ത് ബർക്കാത്തും അദ്ദേഹം പറയും, അതായത് മനുഷ്യർ അളവുകളിൽ കുറവ് വരുത്തും, അതിൽ കളവ് ചെയ്യും. ऐसों के लिए बड़ी खराबी है, बड़ा अजाब है. ഈ മനുഷ്യർക്ക്, അതായത് തൂക്കത്തിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് വലിയ അദാബാണ്. हमारे उर्दू में इसको कहते हैं दंडी मारना. ഇതിന് ഉറുദുവിൽ പറയുന്നത് ദണ്ഡി മാർന എന്നാണ്. क्या दंडी मारने का क्या मतलब? തൂക്കത്തിൽ അളവ് കുറയ്ക്കുക. ഈ ദണ്ഡി മാർന എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? लेने में पूरा, देने में अधूरा. വാങ്ങിക്കുന്നതിൽ മുഴുവൻ, കരസ്ഥമാക്കുന്നതിൽ മുഴുവൻ, കൊടുക്കുന്നതിൽ കുറവ്. मोल लेता है 1 किलो का 900 ग्राम देता है. വാങ്ങിച്ചത് വില എത്ര? 1 കിലോടത്, കൊടുത്തത് എത്ര? 900. तो ये दंडी मारने वाला हो गया. ഇതിനാണ് ദണ്ഡി മാർന എന്ന് പറയുന്നത്. सैलरी 8 घंटे की लेता है, काम 6 घंटे करता है. സാലറി ശമ്പളം വാങ്ങിക്കുന്ന എത്ര മണിക്കൂറിന്? 8 മണിക്കൂറിന്. എത്ര നേരം പണിയെടുത്തു? 6 മണിക്കൂർ. दंडी मार लिया इसने. ഇതിനും ദണ്ഡി മാറില്ല എന്ന് പറയാം, അതായത് ഇതിലും കുറവ് വരുത്തി എന്ന് പറയാം. तो इस तरह लेने में पूरा तो करने में भी पूरा. അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ കൊടുക്കുന്നതും
പൂർണ്ണമായിട്ടായിരിക്കും. तो मेरे दोस्तों और बुजुर्गों, ये तीसरा सर्टिफिकेट दे कि हमारे पास काम करने वाले. നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരും മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, തരണം. अजीब बात फरमाया. चौथा, हमारे दुश्मन भी हमसे कहें इनके अखलाक बहुत अच्छे हैं. നാലാമത്തെ കാര്യം പറയപ്പെട്ടു, നമ്മുടെ ദുഷ്മൻ, നമ്മുടെ എതിരാളി, നമ്മുടെ ശത്രു, അവരും എന്ത് പറയണം? ഇവന്റെ നല്ല സ്വഭാവമാണെന്ന് പറയണം. हमारे मौलाना कासिम कुरैशी साहब रहमतुल्लाहि अलैह, अल्लाह ताला हजरत की खबर को नूर से भर दे, और रामनगरम में रहते थे और उनके गांव में बहुत मुखालिफत होती थी. ഹദരത്ത് മൗലാന ഖാസിം സാബ് റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശഭൂരിതമാക്കുമാറാകട്ടെ. അദ്ദേഹം രാംനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. അവിടെയായിരുന്നു മൗലാനയുടെ വീട്. ആ പരിസരത്ത് ഭയങ്കര എതിർപ്പായിരുന്നു നമ്മുടെ ഈ പരിശ്രമത്തിനോട്. ഭയങ്കരമായ ഖുറാഫാത്തുകൾ, ബിദഅത്ത് എല്ലാം നിറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെയുള്ള ആ മുഖാലിഫീങ്ങൾ, ഇദ്ദേഹത്തിനെ എതിർത്തിരുന്ന ആളുകൾ ആ നാട്ടിൽ ഉറൂസ് നടത്തും. ആ ഉറൂസ് നടത്തുമ്പോൾ പോലും മൗലാനയെ വിളിച്ച് ബയാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. हम उनसे पूछते, तुमको तो मौलाना की तबलीग से मुखालिफ है और तुम क्यों उनको बुलाते हो? അപ്പൊ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഈ തബ്ലീഗിനോട്, മൗലാനയുടെ തബ്ലീഗിനോട് എതിർപ്പാണ്, പിന്നെ എന്തിനാ മൗലാനയെ വിളിക്കുന്നത്? तो वो कहते, अरे मौलाना के अखलाक को हम जानते हैं, तुम क्या जानते हो? मौलाना अलग है, वो तबलीग वाला नहीं है, यूं कहते थे वो. അപ്പൊ ആ നാട്ടുകാർ പറയുമായിരുന്നു, മൗലാനയുടെ സ്വഭാവം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങൾക്കറിയാം. മൗലാന തബ്ലീഗുകാരനൊന്നുമല്ല, മൗലാന വേറെയാണെന്ന് പറയുമായിരുന്നു. तो दुश्मन भी कहते कि इनके अखलाक अच्छे हैं. അപ്പൊ ശത്രുക്കൾ പോലും പറയണം ഇദ്ദേഹത്തിന്റെ സ്വഭാവം എത്ര നല്ല സ്വഭാവം. तो मेरे दोस्तों और बुजुर्गों, अल्लाह इखलास चाहते हैं. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കതയാണ്. इखलास के साथ दी गई कुर्बानियां रंग लाए बगैर नहीं रहती. ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി ചെയ്യപ്പെട്ട എന്തെങ്കിലും ഒരു ത്യാഗം, അത് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം കാണാൻ സാധിക്കും. इखलास से किया हुआ थोड़ा अमल भी बहुत कुछ है. ഇഖ്ലാസോടുകൂടി ചെയ്ത ചെറിയ അമല് പോലും അത് വളരെ വലുതാണ്. आज दुनिया में कमी इखलास वालों की है. ഇന്ന് ലോകത്ത് ഈ ദുനിയാവിൽ കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇഖ്ലാസുള്ള മനുഷ്യരെയാണ്. हदीस में है, इखलास वालों के कदमों के नीचे फितने दबे हुए रहते हैं. ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഖ്ലിസീങ്ങൾ, ഇഖ്ലാസുള്ള മനുഷ്യർ, അവരുടെ കാലിന്റെ അടിയിൽ ഫിത്നകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കും. सारे फितनों को वो दबा के बैठे रहते हैं. ആ മുഖ്ലിസീങ്ങൾ അവർ ആ ഫിത്നകളെ അവർ അടച്ചു മൂടിയിരിക്കും. एक एक करके इखलास वाले अल्लाह को प्यारे होते जा रहे हैं, दुनिया में फितने आते चले जा रहे हैं. ഒന്നൊന്നായിട്ട് ഇഖ്ലാസുള്ള ആളുകൾ ഈ ലോകത്തു നിന്നും യാത്രയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. मैं इस उम्मत की मदद करूंगा, इस उम्मत के कमजोर लोगों की वजह से. हदीस कुदसी है, मैं इस उम्मत की मदद करूंगा इस उम्मत के कमजोर लोगों की वजह से, उनके इखलास की वजह से, उनकी नमाज की वजह से, उनके दुआ की वजह से. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, ഞാൻ എൻ്റെ സഹായത്തെ ലോകത്തിലേക്ക് ഞാൻ അയക്കും. ആര് കാരണമായിട്ട്? മുഖ്ലിസീങ്ങൾ കാരണമായിട്ട്. അവരുടെ ഇബാദത്ത്, അവരുടെ അതിലുള്ള നിഷ്കളങ്കത, അവരുടെ ഓരോ പ്രവൃത്തികളിലുമുള്ള നിഷ്കളങ്കത, അതിനെ അളവ് വെച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്തേക്ക് എൻ്റെ സഹായത്തിനെ ഇറക്കും. इखलास वाले की एक अलामत यह है कि वो अपनी कमी कोताही सुनना चाहता है. ഇഖ്ലാസുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ताकि मौत से पहले उसकी इस्लाह कर ले. മരിക്കുന്നതിന് മുമ്പ് അതിന്റെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. मुखलिस अपनी कमियां सुनना चाहता है, मुनाफिक अपनी तारीफ सुनना चाहता है. മുഖ്ലിസ്, ഇഖ്ലാസുള്ള മനുഷ്യൻ അവന്റെ കുറവുകളെ അറിയാനാണ് ആഗ്രഹിക്കുന്നത്, അതിനെ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുനാഫിക്ക് അദ്ദേഹത്തിന്റെ വാഴ്ത്തലും പുകഴ്ത്തലും കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. तारीफ करे तो खुश हो जाएगा. ആരെങ്കിലും വാഴ്ത്തി കഴിഞ്ഞാൽ വലിയ സന്തോഷമാവും. जमात में निकलते हैं ना तो खाना भी पकाते हैं. ജമാഅത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? खाना पकाता है. ഭയങ്കര ത്യാഗം ചെയ്താണ് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. प्याज काटो, बर्तन साफ करो, खाना पकाओ, बड़ी मेहनत लगती है. പിന്നെ സവാള വാങ്ങിക്കണം, അത് മുറിക്കണം, പിന്നെ പാത്രം കഴുകണം, കുറെ ബുദ്ധിമുട്ടുണ്ട്. खाना खिलाता है अभी. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാഥികൾക്ക് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം. खाना खाते खाते साइलेंट खाते हैं, सब कुछ नहीं बोलते. അപ്പൊ ജമാഅത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ്, സാഥികൾ ആരും ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതിരുന്ന് കഴിക്കുകയാണ്. ये जिसने पकाया ना, इसको थोड़ी बेकरारी होती है अंदर से. ആരാണോ ഉണ്ടാക്കിയത് ആ ഉള്ളിൽ ഒരു ചെറിയ അനക്കം ഉണ്ടാവും, പേടിയുണ്ടാവും, ഇതെന്താ സംഭവിച്ചത്. कौन भी क्या भी बोल रही नहीं ना, ആരും ഒന്നും പറയുന്നില്ലല്ലോ. तो वो
धीमे से यूं कहता है, क्या भाई नमक सब बराबर है क्या भाई? അപ്പൊ പിന്നെ ചോദിക്കും എന്താ ഉപ്പെല്ലാം ശരിയല്ലേ എന്ന് ചോദിക്കും. हाँ, तो वो कहते नहीं बहुत अच्छा बना है. അപ്പൊ പെട്ടെന്ന് പറയാം ഓ ഭയങ്കര കലക്കി അടിപൊളിയായിട്ട് ഉണ്ടാക്കി എന്ന് പറയും. खुशी हो जाती है कि लो मेरी तारीफ हो गई. അപ്പൊ ഭയങ്കര സന്തോഷം, ഓ എന്നെ പറ്റിയിട്ട് നല്ല एक പുകഴ്ത്തി. जुमले की तारीफ के लिए इतनी कुर्बानियों को जाया कर देता है. ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ പുകഴ്ത്തൽ, ഒരു വാക്യം, ജുംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വാക്ക്, അതിന് പകരമായിട്ട് മുഴുവൻ അമലുകളെ ഇല്ലാതാക്കി. उसने तो उस तारीफ को सुनने के लिए बनाया था, अल्लाह को खुश करने के लिए कहाँ बनाया? അപ്പൊ ഈ വാഴ്ത്തല് പുകഴ്ത്തൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. इखलास वाले वो हैं जो अपने नेकियों को इस तरह छुपाते हैं जैसे आदमी अपने गुनाहों को छुपाता है. ഇഖ്ലാസ് എന്നുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അടയാളം എന്താണ്? അവൻ ചെയ്ത നന്മകൾ, ആ നന്മകളെ അവൻ ഒളിപ്പിക്കും. എങ്ങനെ ഒളിപ്പിക്കും? ഒരു മനുഷ്യൻ അവന്റെ പാപങ്ങളെ ഒളിപ്പിക്കുന്നത് പോലെ അവൻ അവന്റെ നന്മകളെ ഒളിപ്പിക്കും. जैसे हम चाहते हैं कि कोई मेरी बुराई न देखे. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയില്ല എന്റെ കുറവ്, എന്റെ തെറ്റുകൾ, അത് എന്റെ തിന്മകൾ അത് ആരെങ്കിലും കാണാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. इखलास वालों के दिलों में जज्बा होता है कि कोई मेरी नेकियां न देखे. അപ്പൊ ഇഖ്ലാസുള്ള മനുഷ്യൻ അവന്റെ ആഗ്രഹമാണ്, ഉള്ളിലുള്ള ആഗ്രഹമാണ് എന്താണ്? എന്റെ നന്മകൾ ആരും കാണണ്ട, അറിയണ്ട. तो अल्लाह पाक इखलास चाहते हैं, लोग अखलाक चाहते हैं, और तबलीग का काम कुर्बानी चाहता है. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് ഇഖ്ലാസ് ആണ്, മനുഷ്യർ ആഗ്രഹിക്കുന്നത് അഖ്ലാഖ്, നല്ല സ്വഭാവമാണ്. തബ്ലീഗ്, ദാവത്തിന്റെ പരിശ്രമം ആഗ്രഹിക്കുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് എന്താണ്? ത്യാഗം, ഖുർബാനിയാണ്. तबलीग तो चाहते हैं लेकिन कुर्बानी नहीं चाहते. തബ്ലീഗ് എല്ലാവർക്കും വേണം, പക്ഷേ ത്യാഗം അത് വേണ്ട. नफ्स आसानी चाहता है और दीन कुर्बानी चाहता है. നഫ്സ്, ഇച്ഛകൾ അത് എപ്പോഴും ആസാൻ, എളുപ്പത്തിനെ ആഗ്രഹിക്കുന്നു, പക്ഷെ ദീൻ അത് ത്യാഗത്തിനെ ആവശ്യപ്പെടുന്നു. मौलाना इलियास रहमतुल्लाह अलैह के मलफूजात में ये बात मिलती है, जबले जुहद के परे खुदा मिलता है. जबले जुहद के परे खुदा मिलता है. मौलाना ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, വലിയ ത്യാഗം, വലിയ പരിശ്രമത്തിന്റെ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ താണ്ടിയാണ് നമുക്ക് അള്ളാഹുവിനെ ലഭിക്കുന്നത്. पहाड़ चढ़ना आसान काम है. ഒരു പർവ്വതം കയറുക, അതിനെ താണ്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. पहाड़ चढ़ के जाएंगे तो फिर अल्लाह मिलेगा. പർവ്വതം കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ ലഭിക്കും. नफ्स आसानी चाहता है. നഫ്സ് ആവശ്യപ്പെടുന്ന, ഇച്ഛകൾ ആവശ്യപ്പെടുന്ന എളുപ്പമാണ്. नफ्स में 3 खराबियां हैं. നഫ്സിൽ 3 കുറ്റങ്ങളാണ്, കുറവുകളാണുള്ളത്. नफ्स आजादी चाहता है. നഫ്സ് ഒന്ന് സ്വതന്ത്രമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. और दीन पाबंदी चाहता है. ദീനാണെങ്കിൽ ആഗ്രഹിക്കുന്നത് പാബന്ദിയാണ്, ചിട്ടയാണ്, അടക്കമാണ്. नफ्स मजा चाहता है. നഫ്സ് ഇഷ്ടപ്പെടുന്നത് മസായാണ്, ആഹ്ലാദങ്ങളാണ്. और दीन कुर्बानी चाहता है. ദീൻ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്നത് ഖുർബാനിയാണ്, ത്യാഗമാണ്. और नफ्स शोहरत चाहता है. നഫ്സ് ഇഷ്ടപ്പെടുന്നത് പ്രസിദ്ധമാവുക എന്നുള്ളതാണ്, ഷുഹറത്താണ്. और दीन छोटा बनना सिखाता है. ദീൻ പഠിപ്പിക്കുന്നത് സ്വന്തമായിട്ട് താഴ്ത്തുക എന്നുള്ളതാണ്. हमारे निसार हजरत कहते हैं, अल्लाह को प्यारी है कुर्बानी, हमको प्यारी है बिरयानी. നിസാർ അദ്ദേഹം ബാംഗ്ലൂരിലുള്ള അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് ഖുർബാനിയാണ്, ത്യാഗമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നോ ബിരിയാണി. ये सबसे बड़ी परेशानी. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പരേശാനി, പ്രശ്നവും. इसीलिए काम रुका हुआ है. ഇതുകൊണ്ടാണ് പരിശ്രമം തടയപ്പെട്ടിരിക്കുന്നത്. जितनी कुर्बानी होगी उतना काम होगा. എത്രത്തോളം ത്യാഗം ഉണ്ടാവോ അത്രയും പരിശ്രമം ഉണ്ടാവും. कुर्बानी देकर अल्लाह के रास्ते में निकलेंगे, सबसे पहले कुर्बानी इखलास के साथ जो देता अल्लाह उसे हिदायत देंगे. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ഇഖ്ലാസോടുകൂടി പരിശ്രമിക്കാനുള്ള കുർബാനിയോടുകൂടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. बल्कि मौलाना उमर साहब पालनपुरी रहमतुल्लाह अलैह फरमाया करते थे, जब तकाज़ों पर आदमी कुर्बानी देकर चलता है तो अल्लाह पाक उसकी कुर्बानियों को जरिया बनाकर जालिमों को तौबा की तौफीक देते हैं. ഉമർ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുമായിരുന്നു, അതായത് ഒരു മനുഷ്യൻ അവൻ ഒരു ആവശ്യം തഖാസയെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ ത്യാഗത്തിന് വേണ്ടി തയ്യാറാവുകയാണ്, അവർ ത്യാഗം ചെയ്യുകയാണ്, പരിശ്രമിക്കുകയാണെങ്കിൽ ആ ത്യാഗം കാരണമായിട്ട് ലാലിമീങ്ങൾ, അക്രമികൾ, അവർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ നസീബാക്കി കൊടുക്കും. जितने जुल्म करने वाले हैं सब तौबा करके इंशाअल्लाह दीन में दाखिल हो जाएंगे. എത്ര അക്രമികളുണ്ടോ അവരെല്ലാവരും ഇൻഷാഅല്ലാഹ് തൗബ ചെയ്ത് ദീനിലേക്ക് വരും. इखलास वालों की कुर्बानियों को अल्लाह जाया नहीं करते. ഇഖ്ലാസുള്ള മനുഷ്യർ അവരുടെ ത്യാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. अल्लाह के पास बंदों की कुर्बानियों की कदर है. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളുടെ
ത്യാഗം, കുർബാനി അതിൽ വലിയ വളർമയാണ്, അവന് വലിയ മതിപ്പാണ്. अरे सुभान अल्लाह की कदर है. ഒരു സുബ്ഹാനല്ലാഹ് തന്നെ എത്ര വലിയ മതിപ്പാണ് അല്ലാഹുവിനുള്ളത്. अल्लाह के नामों में से एक नाम है शकूर. അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഷക്കൂർ. शकूर के माने क्या है? ഷക്കൂറിന്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ്? इंसानों की निस्बत से लोगे तो शुक्र करने वाला, अल्लाह की निस्बत से लोगे तो कदर करने वाला. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഷക്കൂറിന്റെ അർത്ഥം ശുക്ർ ചെയ്യുന്നവൻ, നന്ദി ചെലുത്തുന്നവൻ. അള്ളാഹുവിന്റെ നിസ്ബത്തിൽ ഈ അർത്ഥത്തിനെ നോക്കുമ്പോൾ എന്താണ്? വിലമതിക്കുന്നവൻ. बहुत कदर है बंदों की. ഭയങ്കരമായ വിലയാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക്, അവന്റെ മതിപ്പാണ് അവന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം. नियत की कदर. ആ ഓരോ മനുഷ്യന്റെയും അവന്റെ നീയത്തിന് വലിയ മതിപ്പാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. इंसानों की नियत की अल्लाह के पास कदर है. ആ മനുഷ്യന്റെ ഒരു നീയത്ത് അതിന് വലിയ ഖദറാണ്, വലിയ മതിപ്പാണ്. बल्कि फरमाया नियत की क्या, नदामत की भी कदर है. ആ നീയത്തെന്ന് മാത്രമല്ല, നദാമത്ത്, ചെറിയൊരു നാണം, ഒരു വിഷമം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, ഒരു നാണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുപോലും അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമാണ്. बल्कि नदामत वालों को सबसे ज्यादा देते हैं. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇങ്ങനെയുള്ള മനുഷ്യർ, അതായത് ആ ഖേദമുള്ള മനുഷ്യര്, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത്. हमारे दिलों में नदामत हो, നമ്മുടെ ഹൃദയത്തിൽ ഖേദം ഉണ്ടാവണം. अल्लाह एक साल हमारे हाथ से निकल गया, അള്ളാഹുവെ ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്നും ഇല്ലാതായി പോയി, कुछ नहीं कर सके, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. मस्जिदें बंद हो गई, പള്ളികൾ പൂട്ടപ്പെട്ടു, गश्त बंद हो गया, ഗശ്തില്ലാതായി, हरमैन शरीफैन बंद हो गया, ഹറമൈൻ ഷരീഫൈൻ പോലെയുള്ള സ്ഥലങ്ങൾ അടയ്ക്കപ്പെട്ടു, उम्रा और हज बंद हो गया. ഉംറ ഹജ്ജ് ഇല്ലാതായി. अल्लाह ये हमारी गुनाहों की नहूसत है. ഇത് നമ്മുടെ പാപങ്ങളുടെ നഹൂസത്താണ്. हाँ, ये नदामत अल्लाह को पसंद है. ഈ ഖേദം അള്ളാഹുവിന് ഇഷ്ടമാണ്. पता नहीं किसका रोना अल्लाह को पसंद आया, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആരുടെ കരച്ചിലാണോ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയുകയില്ല. और किसका बिलबिलाना अल्लाह को पसंद आया, फिर अल्लाह ने रास्ते खोले हैं. ബിൽബിലാന, അതായത് ആ ഖേദിച്ച് കരഞ്ഞുകൊണ്ട് ആ ചുണ്ടുകൾ വിറയ്ക്കുക, ആ അവസ്ഥ ആരുടേതാണ് ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. हमारे बड़े बहुत रोए, നമ്മുടെ മഹാന്മാർ അവർ വളരെയധികം കരഞ്ഞു, बहुत रोए हैं, उसके बाद ये दरवाजे खुले हैं. കുറെ കരഞ്ഞതിന് ശേഷമാണ് ഈ വാതിലുകൾ തുറക്കപ്പെട്ടത്. फिर अल्लाह पाक ने मौका दिया है. രണ്ടാമത് ഇപ്പോൾ ഒരു അവസരം നമുക്ക് इस നൽകപ്പെട്ടിരിക്കുകയാണ്. वक्त कुर्बानी देकर अल्लाह के रास्ते में निकलेंगे तो अल्लाह बहुत नवाजेंगे इंशाअल्लाह. ഈ അവസരത്തിൽ നമ്മൾ ത്യാഗത്തോടു കൂടി നമ്മളെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാനുള്ള നിയത്തുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക തന്നെ ചെയ്യും. बस्ती बस्ती जाना है, ഓരോ നാടുകളിലേക്കും പോകണം, एक एक आदमी को मिलना है, ഓരോ മനുഷ്യരെയും കാണണം, और उससे अल्लाह की रहमत से उम्मीद दिलाना है. അവർക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷ കൊടുക്കണം. कोई बेचारा बेरोजगार है, ഒരാൾക്ക് അയാൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, कोई അയാൾക്ക് कर्जों में डूबा हुआ है, ചില ആളുകൾക്ക് കടത്തിൽ മുഴുകിയിരിക്കുകയാണ്, कोई बीमार है, ചില ആളുകൾ അസുഖത്തിലാണ്, किसी के रिश्तेदारों का इंतकाल हो गया, ചിലർക്ക് കുടുംബാദികൾ അവരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. और उमूमी तौर पर उम्मत मायूस हो चुकी है. പൊതുവായ അവസ്ഥയിൽ മുഴുവൻ ഉമ്മത്തിലും ഒരു നിരാശ ഏർപ്പെട്ടിരിക്കുകയാണ്. अरे अब तो कुछ नहीं हो सकता, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. खौफ आ चुका है, ഒരു പേടി കടന്നുകൂടിയിരിക്കുകയാണ്. उम्मत के अंदर खौफ आ गया है दुश्मन का. ഉമ്മത്തിന്റെ ഉള്ളിൽ ശത്രുവിനെ പറ്റിയുള്ള ഒരു ഭയം കടന്നുകൂടിയിരിക്കുകയാണ്. मेरे दोस्त वर्गो, अल्लाह के रास्ते में जाकर अल्लाह की बड़ाई बयान करना है. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് അള്ളാഹുവിൽ നിന്നും സഹായം കരസ്ഥമാക്കണം. अल्लाह की कुदरत को बयान करना है. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയണം. बड़ी बड़ी ताकतों को अल्लाह ने जब भी तोड़ा है, कमजोर ताकतों को इस्तेमाल करके तोड़ा है. വലിയ വലിയ ശക്തികളെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട്. नमरूद जैसी ताकत को तोड़ने के लिए मच्छर जैसी मखलूक को अल्लाह ने इस्तेमाल किया. നമ്രൂദിനെ പോലെ വലിയ ശക്തിമാൻ, ആ നമ്രൂദിനെ പോലും നശിപ്പിച്ചത് ഒരു ചെറിയ, ഒന്നിനും പറ്റില്ലാത്ത, ഒന്നിനും ഗുണമില്ലാത്ത ഒരു ചെറിയ കൊതുകിനെ കൊണ്ടാണ്. बड़ी ताकत को तोड़ने के लिए अल्लाह भी बड़ी ताकत इस्तेमाल कर ले तो इसमें अल्लाह की कुदरत कहाँ होगी? വലിയ ശക്തികളെ നശിപ്പിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവും വലിയ ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? अल्लाह को तो अपनी कुदरत का इजहार करना है. അള്ളാഹു അവന്റെ ഖുദ്റത്തിനെ വെളിപ്പെടുത്തുകയാണ്. दुनिया वालों के लिए बड़ी ताकत है, अल्लाह के लिए कोई ताकत नहीं है. ദുനിയാവിന്റെ മുമ്പിൽ വലിയ ശക്തിയുള്ള ആളുകളായിരിക്കും, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല. सब कुछ मकड़ी का जाला है. എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ ചിലന്തിയുടെ വല പോലെ. घर खाली होता है ना,
ഒരു വീട് കാലിയായി കഴിഞ്ഞാൽ तो मकड़ियां आ जाती हैं उसमें അതിൻ്റെ അകത്ത് ചെലന്തികൾ വന്നുകൂടും. और वो जाले बनाते हैं. അവര് ചെലന്തി വല അവരുടെ കൂടുകൾ ഉണ്ടാക്കും. वो मकड़ी का घर होता है. അത് ചെലന്തിയുടെ വീടാണ്. पूरे घर में जाला बना देते हैं. മുഴുവൻ വീട്ടിലും അങ്ങോട്ട് ആ ചെലന്തി വല കൊണ്ട് അങ്ങ് നിറയും. क्या हो गया कि घर का मालिक नहीं है घर में. എന്തുകൊണ്ടാ? വീട്ടില് ആ ഉടമസ്ഥനില്ല. फिर मौलाना उमर साहब कहते थे ये सारे मकड़े जाले बनाने के बाद बैठ के मीटिंग करते हैं. ഈ ഉമർ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുമായിരുന്നു, ഈ വീടുകളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ചെലന്തി വലയെല്ലാം മുഴുവൻ നിറച്ചതിന് ശേഷം ഈ മുഴുവൻ ചെലന്തികളും ഇരുന്നിട്ട് അവർ മീറ്റിംഗ് നടത്തും. बीच हॉल में मीटिंग करते हैं. വലിയ വീട്ടിന്റെ നടുക്ക് ആ വലിയ ഹാളിൽ തന്നെ ഇരുന്ന് മീറ്റിംഗ് ചെയ്യും. इधर से लाल मकड़ा आता है, उधर से गोरा मकड़ा आता है. ഇവിടെ നിന്നും ഒരു ചുമന്ന ചെലന്തി വരും, അപ്പുറത്തു നിന്നും ഒരു വെളുത്ത ചെലന്തി വരും. बैठ के बीच में मीटिंग करते हैं. അവരെല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ വലിയ മീറ്റിംഗ് നടത്തും. और एक दूसरे से कहते हैं पूरे घर पर हमारा कब्जा हो गया. എന്നിട്ട് പറയും ഈ മുഴുവൻ വീട്ടിലും നമ്മുടെ അധിനിവേശമായി. अब पूरे घर में हमने जाल बिछा दिया है. മുഴുവൻ വീട്ടിലും ഞങ്ങൾ വല വിരിച്ചിരിക്കുകയാണ്. वो मीटिंग करते हैं. വലിയ മീറ്റിംഗ് ആണ്. और देख देख के खुश भी हो जाते हैं. ഇതെല്ലാം നോക്കി ഇങ്ങനെ വലിയ സന്തോഷമൊക്കെ ആവും. सारा जाला घर के ओनर के एक झाड़ू का मोहताज है. ഈ മുഴുവൻ വലകളും ആ വീട്ടുടമസ്ഥന്റെ ഒരു ചൂലിന്റെ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ ചൂല്. जब घर वाला अंदर आएगा, ആ വീട്ടുകാരൻ വീട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പം और देखेगा ये सब जाला है, ഇത് മുഴുവൻ ചെലന്തി വല കൊണ്ട് നിറഞ്ഞെന്ന് കണ്ടു കഴിയുമ്പം जिस मकड़ी ने महीनों मेहनत करके जाला बनाया एक झाड़ू में सब साफ कर देता है. എത്ര മാസങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ വീടുകളും ആ വല മുഴുവൻ ഒരൊറ്റ ചൂല് കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയും. सबसे कमजोर घर मकड़ी का घर है. कुरान में अल्लाह कहते हैं, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഏറ്റവും ബലഹീനമായ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെലന്തിയുടെ വീടാണ്. सारी दुनिया की ताकतें अल्लाह के सामने मकड़ी का जाला. മുഴുവൻ ലോകത്തെ ശക്തികളും അത് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ചെലന്തി വല പോലെയാണ്. सारी दुनिया का माल अल्लाह के सामने मच्छर का पर. മുഴുവൻ ലോകത്തെ സമ്പത്തും കൂടി ഒരുമിച്ച് കൂട്ടിയാലും അതെന്താണ്? അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കൊതുകിന്റെ ചിറക് പോലെ. अल्लाह के लिए कोई चीज नहीं है. ഇത് അള്ളാഹുവിന് ഒന്നുമല്ല. मेरे दोस्तों बुजुर्गों, ईमान वाले अपने काम पर खड़े हो जाएंगे. അപ്പൊ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഈ ഈമാനുള്ള ആളുകളൊന്ന് എണീറ്റ് നിന്നാ മതി. अपनी जिम्मेदारी पर खड़े हो जाएंगे. അവരുടെ ഉത്തരവാദിത്തത്തിൽ ഒന്ന് എണീറ്റ് നിന്നാ മതി. फिर अल्लाह जब फैसला करेंगे सारे हालात दुरुस्त हो जाएंगे. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരൊറ്റ തീരുമാനമാണ് മുഴുവൻ അവസ്ഥകളും നല്ല അവസ്ഥയായി മാറും. इसके लिए अल्लाह के रास्ते में निकलना है. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് പുറപ്പെടണം, कुर्बानियां देना है, ത്യാഗം കൊടുക്കണം, गश्तें करना है, ഗശ്ത് ചെയ്യണം, दुआएं करना है, ദുആ ചെയ്യണം, एक एक से जाके मिलना है, ഓരോരുത്തരെയും പോയി കാണണം. खूब जमातें अल्लाह के रास्ते में निकलना. മുഴുവനായിട്ട് ജമാഅത്തുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കണം. जितना जमातें अल्लाह के रास्ते में निकलेंगी, എത്ര ജമാഅത്തുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുമോ अल्लाह की रहमत मुतवज्जे होगी. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങും. जब अल्लाह की रहमत आएगी तो सारी परेशानियां छट जाएंगी. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരേശാനികളും ഇല്ലാതാവും. जैसे एसी रूम में आदमी दाखिल होता है तो एकदम ठंडा महसूस करता है. AC റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പ് തോന്നുന്നത് പോലെ अल्लाह की रहमत उतरेगी इंशाअल्लाह. അള്ളാഹുവിന്റെ റഹ്മത്ത് തീർച്ചയായിട്ടും इसके लिए मेरे दोस्तों बुजुर्गों नियतें करें, हम सब अल्लाह के रास्ते में जाएंगे इंशाअल्लाह. എല്ലാവരും ഓരോരുത്തരും നിയത്ത് ചെയ്യുന്ന ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. बोलो भाई जाएंगे इंशाअल्लाह. कौन कौन जाएंगे जरा हाथ उठाओ. ആരൊക്കെ പോകുന്നു കൈ പൊക്കി अल्लाह ഇൻഷാ हम അല്ലാഹ്. सबको तौफीक अता फरमाए. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. उठाना जितना आसान है अल्लाह कबूल कर ले, जाना भी उतना ही आसान है. ഈ കൈ പൊക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? എത്ര എളുപ്പമായിരുന്നോ അത്രയും തന്നെ എളുപ്പമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂലാക്കിയാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടലും അങ്ങനെ തന്നെയാണ്. 2002 में एक जमात आई थी ऑस्ट्रेलिया से बेंगलोर को. 2002 ഒരു ജമാഅത്ത് വന്നിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക്. कुम्हारपेट मरकज में उनका बयान था. കുമാർപേട്ട് മർക്കസിൽ അവരുടെ ബയാൻ ഉണ്ടായിരുന്നു. वो अंग्रेजी में बयान किया और मशवरे से मेरा तर्जुमा, जैसे भी मौलाना तर्जुमा करे मेरा तर्जुमा तय था. അവിടെ ഇംഗ്ലീഷിൽ അവർ ബയാൻ ചെയ്തു, മഷൂറയിൽ എന്നെ തീരുമാനിച്ചു, ഞാൻ തർജുമ ചെയ്തു. एक नौजवान जबरदस्त बयान किया, तौहीद, रिसालत, आखिरत, दावत, जोरदार बयान था उसका. ഒരു യുവാവ് നല്ല രീതിയിൽ ബയാൻ ചെയ്തു, തൗഹീദ്, റിസാലത്ത്, നല്ല ബയാൻ. और मैं अंग्रेजी में तर्जुमा, उर्दू में तर्जुमा कर, ഞാൻ ഉറുദുവിൽ തർജുമ ചെയ്തു. पूरा बयान खत्म हुआ. മുഴുവൻ ബയാനും തീർന്നു. बयान के बाद सब नाम लिखाने लगे. ബയാനു ശേഷം എല്ലാവരും പേരെഴുതാൻ തുടങ്ങി. तो जो बयान करने वाला मेरी तरफ मुतवज्जे हुआ, उनका यू गिव योर नेम फर्स्ट बोला वो. ബയാൻ ചെയ്ത ആള് എല്ലാവരും പേര് കൊടുത്ത് തുടങ്ങിയപ്പോ ഇങ്ങനെ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു യു ഗിവ് യുവർ നെയിം ഫസ്റ്റ്, ആദ്യം നിങ്ങൾ പേര് കൊടുക്കാൻ പറഞ്ഞു. मैंने कहा मैं भी तैयार हूँ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും തയ്യാറാണെന്ന് പറഞ്ഞു. ये 2002 में
ഇത് 2002 मैंने कहा मैं तैयार हूं तो वो खामोश नहीं रहा. ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മിണ്ടാതിരുന്നില്ല. तो बोला नो यू टेल यू विल कम टू ऑस्ट्रेलिया. എന്നിട്ട് പറഞ്ഞു ഇല്ല അങ്ങനല്ല, എന്ത് പറയണം, യു വിൽ കം ടു, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരണം എന്ന് പറ. मैंने कहा ठीक है मशवरा हो जाए तो मैं ऑस्ट्रेलिया आऊंगा. അപ്പൊ പറഞ്ഞു ഇൻഷാല്ലാ മഷൂറ ചെയ്യുകയാണെങ്കിൽ, മഷൂറ തീരുമാനമാണെങ്കിൽ ഞാൻ പോവാം ഇൻഷാല്ലാ. ये 2002 में हुआ. ഇത് 2002 2003 में हमारी 4 महीने बैरून की जमात बनी. 2003 നമ്മുടെ ജമാഅത്ത് രൂപീകരിക്കപ്പെട്ടു. रुख ब्राजील का आया. വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രസീലിലേക്കാണ് തീരുമാനിക്കപ്പെട്ടത് റൂട്ട്. वो पूरा देख करके हजरत ने कहा कि भाई इसमें तो अरबी बोलने वाले नहीं अंग्रेजी बोलने वाले हैं. ब्राजील को अंग्रेजी बोलने वाली जमात नहीं चलेगी. ब्राजील में या तो अरबी चलेगी नहीं तो स्पेनिश चलेगी. लिहाजा ये जमात ऑस्ट्रेलिया जाएगी. പേരെഴുതപ്പെട്ടു. ആ ലിസ്റ്റ് കണ്ട് എന്നിട്ട് പറഞ്ഞു ഈ ജമാഅത്തിൽ മുഴുവൻ അറബി പറയുന്ന ആരുമില്ല, ഒരാൾ പോലും ഇല്ല. ബ്രസീലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേണ്ടത് എന്താണ്, അറബിയും വേണം അല്ലെങ്കിൽ സ്പാനിഷ് വേണം. ഈ ജമാഅത്തിൽ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ്. ഈ ജമാഅത്ത് ഓസ്ട്രേലിയ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മഷൂറയില് ഓസ്ട്രേലിയ തീരുമാനിക്കപ്പെട്ടു. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി. रमजान का महीना था, റമദാൻ ആയിരുന്നു. और बिल्कुल आधी रात में प्लेन जो है वो मेलबोर्न में उतरी. പാതിരാക്ക് മെൽബോണിൽ ഞങ്ങളുടെ വിമാനം ഇറങ്ങി. इंडिया से जमात आ रही है, उनको पता है. ഇന്ത്യയിൽ നിന്ന് ജമാഅത്ത് വരുന്നുണ്ട്, അവർക്കറിയാം. और हमको पता है कि 2 साथी लेने के लिए आ रहे हैं. നമുക്കും അറിയാം രണ്ടുപേരും നമ്മളെ സ്വീകരിക്കാൻ വരുമെന്ന് നമുക്കും അറിയാം. इतना मालूम था. ഇത്രേ അറിയാവുള്ളൂ. देखे तो वो नौजवान हमको रिसीव करने के लिए आया. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാണാൻ സാധിച്ചു, ആ ആള് തന്നെ, ആ യുവാവ്, അയാൾ തന്നെ എന്നെ സ്വീകരിക്കാൻ വേണ്ടി. उसको पता नहीं कि हम आ रहे हैं. അയാൾക്കും അറിയില്ല നമ്മുടെ ജമാഅത്താണ് വരുന്നത്, ഞാൻ വരുന്നെന്ന് അദ്ദേഹത്തിന് അറിയില്ല. हमको पता नहीं कि वो हमें रिसीव करने के लिए आ रहा है. എനിക്കും അറിയാൻ പാടില്ല അദ്ദേഹമാണ് വിളിക്കാൻ വരുന്നതെന്ന്. तो सीधे जमात को उसके घर ले गया. നേരെ ജമാഅത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. प्रेस्टन एक इलाका है, वहां पर वो मस्जिद के अंदर बयान कर सकते हैं, तालीम कर सकते हैं, लेकिन क़ियाम नहीं कर सकते. तो हमारी जमात को उसके घर में क़ियाम किया. 3 दिन माशाअल्लाह वहां काम किया. उसके बाद हम लोगों को मरकज लेके गया. പ്രസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ ജമാഅത്തിനെ കൊണ്ടുപോയത്. അവിടെയുള്ള പള്ളിയിൽ നമുക്ക് അമലുകളെല്ലാം ചെയ്യാം, പക്ഷെ അവിടെ പരിശ്രമം നടക്കുകയില്ല, അവിടെ ഖിയാം, അവിടെ താമസം പറ്റുകയില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ജമാഅത്തിനെ ആ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. പരിശ്രമം പള്ളിയിൽ, അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ മർക്കസിലേക്ക് പോയത്. वैसे मशवरा हुआ था उनका. അങ്ങനെയാണ് മഷൂറ തീരുമാനമുണ്ടായിരുന്നത്. मैंने अमीर साहब को सुनाया, देखो ऐसे हुआ. ഞാൻ അമീർ സാഹിബിനോട് ഈ വിവരം അറിയിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. तो अमीर साहब ने कहा वो दुआ की कबूलियत की घड़ी थी, उस वक्त तुम्हारी दुआ कबूल हो गई. ആ അവസരം, ആ നിമിഷം, അത് ദുആയുടെ കബൂലിയത്തിന്റെ സമയമായിരുന്നു. നിങ്ങളുടെ ദുആയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. नियत भी कबूल हो गई, दुआ भी कबूल हो गई. നിയത്തും കബൂലായി, ദുആയും കബൂലായി. अब फिक्र करो तुम्हारा सफर भी अल्लाह कबूल कर ले. അപ്പൊ പറഞ്ഞു ഇനി ഫിക്ർ ചെയ്യും, നിങ്ങളുടെ ഈ യാത്രയും കൂടി എന്ത് ചെയ്യണം, അല്ലാഹു തആല കബൂൽ ചെയ്യണം. नियत तो हुई थी, नियत कबूल हो गई और दुआ भी कबूल हो गई. आ गए, अब ऐसी मेहनत करो कि तुम्हारा ये सफर अल्लाह को पसंद आ जाए. ये कहा अमीर साहब ने. നിയത്ത് കബൂലായി, ദുആയും കബൂലായി. ഇനി ഇങ്ങനെ പരിശ്രമിക്കണം. ഈ പരിശ്രമം കാരണമായിട്ട് ഈ യാത്ര അങ്ങ് അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാവണം. अब ये पूरा मजमा नियत करे, हम सब अल्लाह के रास्ते में जाएंगे इंशाअल्लाह. അപ്പൊ ഈ മുഴുവൻ മജ്ലിസും എല്ലാവരും നിയത്ത് ചെയ്യും, നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. और रमजान से पहले जाएंगे इंशाअल्लाह. നോമ്പിന് മുമ്പായിട്ട് നമ്മൾ ഇൻഷാല്ലാ പുറപ്പെടും. गुज़िश्ता रमजान तो लॉकडाउन में गुजरा. കഴിഞ്ഞ റമദാൻ ലോക്ക്ഡൌണിൽ കഴിഞ്ഞുപോയി. कम से कम ये रमजान अल्लाह के रास्ते में हम ഈ गुजारे. റമദാൻ എങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കും. अभी फारूक भाई से बात हुई कि ये पूरा मजमा नियत कर ले. अब ये कौन सा महीना, फरवरी और मार्च. रजब है, रजब शुरू हो गया, रजब का पूरा महीना, और आखिर तारीख शाबान का 15. शबे बारात को जाएंगे तो शबे कदर को वापस आएंगे. आखिरी जमात है. इसके बाद की जमातों की तरतीब बाद में बनाएंगे इंशाल्लाह. ये पूरा मजमा इरादा करके खड़ा हो जाए. कौन इंशाल्लाह अब ये फरवरी और मार्च में अल्लाह के रास्ते में जाएंगे. खड़े हो जाएं भाई. ഇപ്പൊ ഫാറൂഖ് സാഹിബായിട്ട് സംസാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇപ്പൊ ഫെബ്രുവരിയാണ്, ഫെബ്രുവരി മാർച്ച്, അതായത് റജബ് തുടങ്ങി. ഇനിയുള്ളത് റജബിന്റെ മാസം, പിന്നെ ഷാബാൻ, അത് കഴിഞ്ഞ റമദാനാണ്. അപ്പൊ ഷാബാൻ 15 അവസാനത്തെ ജമാഅത്ത് പുറപ്പെടണം. അവസാനത്തെ ജമാഅത്ത്, അതിനു മുമ്പ് ജമാഅത്തുകളെല്ലാം പുറപ്പെടണം. ഷാബാൻ 15 പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നോമ്പ് 27 കൂടി വീട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് ആ നിയത്തിൽ അവസാനത്തെ ജമാഅത്ത് ഷാബാൻ 15, അതിനുശേഷമുള്ള ജമാഅത്ത് നമുക്ക് പിന്നെ തർത്തീബ് ചെയ്യാം. 4 महीने की जमात तो ईद भी अल्लाह के रास्ते में गुजरेगी, लेकिन चिल्ले की जमातें
वो आखिर दर्जा जो है वो 15 शाबान को निकल जाए। किस किस का इरादा है? सब खड़े हो जाओ भाई, 4 बिस्मिल्लाह, മാസം खड़े हो जाओ, ജമാഅത്ത് പുറപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് പെരുന്നാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. खड़े हो जाएं, खड़े हो ഇപ്പൊ जाएं, ഇൻഷാല്ലാ ചില്ലാടെ നീയത്തോടു കൂടി खड़े हो 4 जाएं, മാസത്തെ നീയത്തോടു കൂടി എല്ലാവരും എണീറ്റ് നിൽക്കും. सब खड़े हो जाएं। ഓരോരുത്തരും എണീറ്റ് നിന്ന് അവരവരുടെ പേരുകൾ പറയും. अभी नाम नहीं लिखेंगे, खड़े हो जाओ ഇപ്പൊ പേരെഴുതാനില്ല, എണീറ്റ് നിന്നാ മതി ഇൻഷാല്ലാ. और खड़े हो जाओ ഇനിയും എണീറ്റ് നിൽക്കും ഇൻഷാല്ലാ. പേരെഴുതാനല്ല പറയുന്നത്, എണീറ്റ് നിൽക്കും ഇൻഷാല്ലാ. और खड़े हो जाओ और खड़े हो जाएं, ആരും कोई न ബാക്കിയുണ്ട് छूटे, ഇൻഷാല്ലാ. എല്ലാവരും कोई महरूम न रहे। ഒരാൾ പോലും വിട്ടുപോകണ്ട. ഒന്ന് എണീറ്റ് अल्लाह നിൽക്കും मुझे भी ഇൻഷാല്ലാ. कबूल करे, मैं भी खड़े हो जाता हूँ। എന്നെ കബൂലാക്കട്ടെ, ഞാനും എണീറ്റ് നിൽക്കാം ഇൻഷാല്ലാ. എല്ലാവരും എണീറ്റ് നിൽക്കും ഇൻഷാല്ലാ. അള്ളാഹു താല എല്ലാവരും കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എണീറ്റ് നിന്നല്ലോ. अल्लाह ने देख लिया, അള്ളാഹു കണ്ടു കഴിഞ്ഞു, फरिश्तों ने लिख लिया। മലക്കുകൾ എഴുതി കഴിഞ്ഞു. अब मजलिस के खत्म पर नाम ऊपर जाएगा, सील पड़ जाएगा तो निकल जाएंगे इंशाल्लाह। മജ്ലിസിന്റെ അവസാനത്തിൽ പേര് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇൻഷാല്ലാ നമുക്ക് കബൂലിയത്ത് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാം. अभी तरतीब यह है कि जिलावार बैठे। ഇപ്പൊ തർത്തീബ് എന്താണ്? ഓരോരുത്തരും ജില്ല അനുസരിച്ച് ജില്ല തോറും बैठ जाएं, बैठ जाएं, ആരും പുറത്തേക്ക് कोई പോലെ बाहर न जाएं। अभी काम ആരും का പുറത്തേക്ക് പോലെ ഇവിടെ തന്നെ ഇരിക്കും ഇൻഷാല്ലാ. മജ്ലിസ് തീർന്നിട്ടില്ല, ഇവിടെ തന്നെ ഇരിക്കും. भाई देखो ये काम का वक्त है माशाल्लाह। अब इतनी देर आप हजरात बड़े शौक से बयान सुने, अल्लाह हम सबको तौफीक अता फरमाए। अब नियतें करने का वक्त है, बैठ जाएं, बैठ जाएं इंशाल्लाह। ഇപ്പൊ ഒരു ജോലി തുടങ്ങുന്ന സമയമാണ്. ഇപ്പൊ സഹോദരന്മാരെ എല്ലാവരും ഒന്ന് ഇരിക്കും ഇൻഷാല്ലാ. കുറച്ചു നേരം കൂടെ ഇത്രയും നല്ല ബയാൻ അൽഹംദുലില്ലാഹ് നമ്മളിരുന്ന് ക്ഷമയോട് കൂടി കേട്ടു. നമുക്കിനി കുറച്ചു നേരം കൂടെ നമ്മുടെ ജോലി പൂർത്തിയാക്കിയിട്ട് പോവാം. पीछे वाले भी बैठ जाओ, അപ്പൊ പുറകിലുള്ള ആളുകളും കൂടെ ഒന്ന് ഇരിക്കും ഇൻഷാല്ലാ. पीछे वाले बैठ जाओ, പുറകിലുള്ള ആളുകളൊന്നും ഇരിക്കും ഇൻഷാല്ലാ. अल्लाहुम्मा सल्ली अला मोहम्मद व अला अली। भाई कोई ना जाए, ए मंगलोर वालों बैठ जाओ, बैठ जाओ, अभी नहीं बोलेंगे ना। അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ അലി സയ്യിദിനാ മുഹമ്മദ്. अभी എല്ലാവരും ഒന്ന് देखो സലാത്ത് दोस्तों പറയും. बुजुर्गों, हमारी ഒരു സലാത്ത് नियतों को പറയും. हमारी नियतों को शक्ल देना, ഇപ്പൊ നമ്മുടെ നീയത്തുകൾക്ക് അതിനൊരു രൂപം കൊടുക്കാനുള്ള സമയമാണ്. उसी को कहते हैं तश्कील। അതിനാണ് ഷക്കൽ തഷ്കീൽ എന്ന് പറയുന്നത്. शक्ल देना इंशाल्लाह। ഒരു രൂപം കൊടുക്കുക. अभी आप जिलावार बैठेंगे इंशाल्लाह। ഇപ്പൊ എല്ലാവരും ഓരോ ജില്ലകൾ അനുസരിച്ച് മാറി മാറിയിരിക്കണം. 3 साथियों की एक तारीख तय होगी। 3 ആളുകളുടെ ഒരു ഡേറ്റ് തീരുമാനിക്കപ്പെടും. हाँ, जो तारीख ये 15 शाबान से पहले जो तारीख आपकी सहूलत हो, 3 साथी की तय करो। 3 ആളുകളുടെ ഏത് ഡേറ്റ് ആണോ, അതായത് ഷാബാൻ 15-ന് മുമ്പുള്ള ഏത് ഡേറ്റ് ആണോ ഉള്ളത്, 3 പേരുടെ ഡേറ്റുകൾ തീരുമാനിക്കപ്പെടുക. वो जो तारीख तय होगी उस तारीख से निकालने के लिए और 5 साथियों की आप तश्कील करेंगे। ഏത് ഡേറ്റ് ആണോ തീരുമാനിക്കപ്പെടുന്നത് ആ ഡേറ്റിൽ പുറപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി 5 പേരെയും കൂടെ ഈ 3 പേര് എന്ത് ചെയ്യണം? തഷ്കീൽ ചെയ്യണം. 3 तो यहाँ तैयार हो गए, 5 जाके अपनी बस्ती में तैयार करो। 3 ഇവിടെ നിന്നും തയ്യാറായി, 5 പേര് എന്ത് ചെയ്യണം? നാട്ടിൽ പോയി തയ്യാറാക്കണം. बोलो भाई तैयार करेंगे? എല്ലാവരും തയ്യാറാക്കൂലേ ഇൻഷാല്ലാ? हमारे निसार हजरत कहते हैं तश्कील बहुत आसान है। നമ്മുടെ നിസാർ ഹസ്രത്ത് അദ്ദേഹം പറയും, അതായത് തഷ്കീൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. जिसको निकालना है रात में उसके लिए दुआ करो। ആരെയാണോ പുറപ്പെടുവിക്കേണ്ടത് അവർക്ക് വേണ്ടി രാത്രി ഒന്ന് ദുആ ചെയ്താൽ മതി. उसके मसले को अपना मसला समझो। അവർക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അത് നമ്മുടെ സ്വന്തം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കരുതണം. खूब दुआ करो, എന്നിട്ട് അതിനു വേണ്ടി ദുആ ചെയ്യണം. दिन में जाके उसके ऊपर हाथ रखो तो वो तैयार हो जाएगा इंशाल्लाह। പകല് പോയി അദ്ദേഹത്തിന്റെ മേത്തൊന്ന് കൈവച്ചാൽ മതി, അദ്ദേഹം തയ്യാറാവും. हाँ, 20 पर मेहनत करेंगे, 5-7 तो जरूर निकल जाएंगे इंशाल्लाह। 20 പേരിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ 5-7 പേരോ എന്തായാലും ഇൻഷാല്ലാ പുറപ്പെടും. अल्लाह मेहनत को जाया नहीं करते। അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശ്രമത്തിനെ പാഴാക്കുകയില്ല. हमने खुद देखा ना, महीने भर हमने मेहनत की जमात निकालने की। നമ്മൾ സ്വന്തമായിട്ട് കണ്ടതാണ്. ഒരു മാസം മുഴുവൻ നമ്മൾ പരിശ്രമിച്ചു ജമാഅത്തിനെ പുറപ്പെടുവിക്കാൻ വേണ്ടി. 30 नाम होते हैं, 30 പേരുണ്ടാവും. जब जमात निकलने का वक्त आता है तो 20 झड़ जाते हैं। ജമാഅത്ത് പുറപ്പെടാനുള്ള സമയമായി കഴിഞ്ഞാൽ 20 പേര് അതിൽ നിന്നും ഒഴിവായി പോവും. 10 नाम रहते हैं, 10 പേര് ബാക്കിയാവും. निकलने के दिन वो 10 भी हलते हैं, यूं പുറപ്പെടുന്ന गिरना शुरू होता है। പുറപ്പെടുന്ന ദിവസം ഈ 10 പേരും ഓരോ വിക്കറ്റ് വീതം വീഴാൻ തുടങ്ങും. वो कहता है नहीं मेरा मसला है, मैं 15 दिन के बाद आऊंगा। वो कहता है मैं नेक्स्ट चिल्ले में जाऊंगा। वो सब झड़ गए। ഒരാൾ പറയും എനിക്ക് 15 ദിവസം കഴിഞ്ഞ് വരാം, അവിടെ ഈ പ്രശ്നമുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാം അങ്ങ് കൊഴിഞ്ഞൊഴിഞ്ഞു പോവും. ये बेचारा मायूस होके आके मस्जिद में बैग रख के बैठ जाता है। അപ്പൊ ഈ പുറപ്പെട്ട ആള് അദ്ദേഹം ബാഗും കൊണ്ടുവന്ന് പള്ളിയിൽ ഇരുന്ന് നിരാശനായി ഇങ്ങനെ ഇരിക്കുകയാണ്. मेहनत करे, जमात निकली नहीं जी। എത്ര പരിശ്രമിച്ചു, ഒരു ജമാഅത്ത് പോലും പുറപ്പെട്ടില്ല. तो क्या होता है, वहां से एक आता है,
അപ്പൊ അവിടെ ഒന്നും ഒരാൾ ये नहीं आता, जिसकी ये तश्कील करा वो नहीं आता, दूसरा कोई आता है, അപ്പൊ തഷ്കീൽ ചെയ്ത ഒരാളല്ല, വേറൊരാൾ വരും. फिर वहां से कोई आता है, वहां से कोई आता है, यहाँ से जमात बन के निकल जाती है. പിന്നെ അവിടുന്ന് ഒരാൾ വരും, ഇവിടുന്ന് ഒരാൾ വരും, അങ്ങനെ എല്ലാരും കൂടെ ഇരുന്ന ഒരു ജമാഅത്തായി ജമാഅത്ത് അങ്ങ് പുറപ്പെടും. इसमें अल्लाह दो बातें दिखाना चाहते हैं. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്. पहली बात अल्लाह ये दिखाना चाहते हैं कि तेरी मेहनत से कुछ नहीं होता. ഒന്നാമത്തെ കാര്യം അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്, നിന്റെ പരിശ്രമം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. दूसरा अल्लाह ये दिखाना चाहते हैं कि तेरी मेहनत को हम जाया भी नहीं करते. രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരികയാണ്, നിന്റെ പരിശ്രമം അതിന് ഞാൻ പാഴാക്കിയിട്ടും ഇല്ല. हम मेहनत किसी पर करते हैं, अल्लाह किसी और को निकाल देते हैं, लेकिन जमात जरूर निकलती है. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചില ആളുകളുടെ മേൽ, പക്ഷെ അദ്ദേഹം പുറപ്പെട്ടില്ല, അവര് പുറപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷെ ജമാഅത്തിനെ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. तो इस तरह तीन तीन साथी मेहनत करेंगे और इंशाल्लाह अपनी जमात बनाएंगे. बोलो भाई, बनाएंगे इंशाल्लाह. അപ്പൊ അതുകൊണ്ട് മൂന്ന് ആളുകൾ ഇൻഷാല്ലാ പരിശ്രമിച്ച് ജമാഅത്തിനെ പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യും. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കും. എന്താ തയ്യാറല്ലേ? ഇൻഷാല്ലാ एक काम तो ये करना है, ഇത് ഒരു പരിശ്രമമാണ്, ഇതൊരു ജോലിയാണ്. दूसरा काम हमको अपने 3 दिन की जमातों की तादाद को बढ़ाना है. രണ്ടാമത്തെ ജോലി നമ്മുടെ 3 ദിവസത്തെ ജമാഅത്തിന്റെ അളവ്, എണ്ണം അതിനെ വർദ്ധിപ്പിക്കണം. नए नए साथियों को 3 दिन में निकालना. 3 ദിവസത്തെ ജമാഅത്തുകളിലേക്ക് പുതിയ ആൾക്കാരെ പുറപ്പെടുവിക്കണം. चिल्ले की तश्कील जो असल में होती है ना 4 महीने की, और चिल्ले की वो 3 दिन में होती है. 4 മാസത്തെ ജമാഅത്ത്, അതുപോലെ തന്നെ 40 ദിവസത്തേക്കുള്ള ജമാഅത്ത്, ഇതിന്റെ തഷ്കീൽ ശരിക്കും നടക്കുന്നത് എവിടെയാണ്? 3 ദിവസത്തെ ജമാഅത്തിലാണ്. 3 दिन लगाए के बाद तवा गर्म हो जाता है. 3 ദിവസം അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ അടുപ്പൊന്ന് ചൂടാവും. उसमें रोटी डालो तो 2 मिनट में पक जाता है. അതിൻ്റെ അകത്ത് റൊട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട്. घर में बैठा है, तश्कील करेंगे तो तवा ठंडा है, रोटी डालो तो पकता नहीं जल्दी. വീട്ടിലിരിക്കുകയാണ്, ആ പാത്രം ചൂടാവത്തേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? എത്ര റൊട്ടി ഇട്ടാലും എത്ര നേരം വെച്ചാലും അത് പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കില്ല. तो इसके लिए भाई एक तो चिल्ले, हमारे जिले से कितने चिल्ले और 4 महीने की जमातें निकालेंगे उसकी तरतीब बनाकर इंशाल्लाह बाद में नाश्ते को जाना करेंगे भाई इंशाल्लाह. और दूसरा काम, हमारे जिले से 3 दिन की कितनी जमातें अब निकल रही हैं, कितना इजाफा करेंगे, ये 2 चीजों की नियत और तरतीब बना लें. बाकी काम, मकामी काम, वो सब इंशाल्लाह 10 बजे की मजलिस में इंशाल्लाह आएगी. अभी जिलेवार बैठ जाना है इंशाल्लाह. कोई साथी रहम करे हमारे ऊपर, माशाल्लाह ये काम का वक्त है. शैतान कहेगा जरा जाकर बाहर चाय पी के आ जाएंगे, जरा रिलैक्स करके आ जाएंगे, मिस्ड कॉल जरा अटेंड करके आएंगे. ये सब शैतान की मेहनत है. सबको कुर्बान करके इंशाल्लाह हल्के में सब साथी बैठे और अपनी अपनी तारीख सब साथी तय करें. അപ്പൊ 2 ജോലികളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്കിരുന്ന് നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ ജില്ലയിൽ നിന്നും 4 മാസം 40 ദിവസം ജമാഅത്തുകളെ പുറപ്പെടുവിക്കാനുള്ള തർത്തീബാക്കണം. ഇവിടെ നിന്നും ഈ പറയപ്പെട്ട രീതിയിൽ അതിൻ്റെ രൂപം ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് പിരിയാം. രണ്ടാമത്തെ ജോലി, നമ്മുടെ നാടുകളിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 ദിവസത്തെ ജമാഅത്തുകൾ, ഇപ്പൊ എത്ര ജമാഅത്തുകളാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിന്റെ എണ്ണത്തിനെ വർദ്ധിപ്പിക്കണം. അതിന്റെ തർത്തീബും കൂടെ ഇപ്പൊ തന്നെ ആലോചിച്ചതിന് ശേഷം നമുക്ക് പിരിയാം. അത് കഴിഞ്ഞ് ഈ 2 ജോലി പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇൻഷാല്ലാ പോയിട്ട് നാശ്ത കഴിക്കാം. ഡോക്ടർ സാഹിബ് പറയാണ്, ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് കരുണ കാണിക്കണം, നമ്മളോട് ഒന്ന് കരുണ കാണിക്കണം. നമ്മൾ മാഷാ അല്ലാ ഇത്ര നേരം ഇരുന്ന് ഒരു ക്ഷമയോടുകൂടി ഈ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് പുറത്തു പോവാം. മനസ്സ് പറയും ഒന്ന് പുറത്തു പോകാം, ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ജോലി പൂർത്തിയാക്കാം. മിസ്ഡ് കോൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് ആ കോളൊന്ന് പൂർത്തിയാക്കാം. എല്ലാം നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ഈ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും പിരിയാം. എന്താ അങ്ങനെ ചെയ്തൂടെ? ഇൻഷാല്ലാ. कौन हल्के में बैठेंगे जरा हाथ उठाओ भाई. ഹൽക്കകളിൽ ഇരിക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈപൊക്കിയേ. देखो सब तैयार है माशाल्लाह. अभी हल्का में എല്ലാവരും തയ്യാറാണ്. അപ്പൊ നമുക്ക് ഹൽക്കകളാക്കാം.